നാരായണ. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാനാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ
गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्यैमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। ओं नमो भगवते वासुदेवाय। ओं श्रीकृष्ण परमात्मने नमः। ओं नमो नारायणाय। ओं नमः परमऋषिभ्यो नमः परमऋषिभ्यः। ഓം ശ്രീ ഗുരുവായൂരപ്പ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇന്ന് 22-ാം എപ്പിസോഡാണ്. ഏവർക്കും സുസ്വാഗതം. എല്ലാവർക്കും ശുഭദിനാശംസകളോടെ ആരംഭിക്കുന്നു. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യമാണ് നമ്മൾ കഴിഞ്ഞ 21 ദിവസങ്ങളിലും കണ്ടത്. പത്മപുരാണ അന്തർഗതമായ ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിൽ 6-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 33 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. ഇനിയും 70ഓളം ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിന്നിപ്പോൾ 16-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 16 മുതൽ ഒരു 50-ാം ശ്ലോകം വരെ വായിച്ചിട്ട് പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീ പത്മപുരാണേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഷഷ്ടോധ്യായഃ. കുമാരാവൂജുഃ. 16-ാം ശ്ലോകം മുതൽക്ക് 6-ാം അധ്യായം. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാ സുവിസ്തരം തേഷു വിപ്രാ വിരക്താശ്ച സ്ഥാപനീയാഃ പ്രബോധ്യ ച പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യം ആസനം പരികൽപ്പയേത്. ഉദന്മുഖോ ഭവേത് വക്ത ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേത് ഭവേത് വക്ത ശ്രോതാ ച ഉദന്മുഖസ്തദാ. അഥവാ പൂർവദിജ്ഞേയ പൂജ്യപൂജകമദ്യതഃ ശ്രോതॄണാം ആഗമേ പ്രോക്ത ദേശകാലാദികോവിദൈഃ. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത ദൃഷ്ടാന്തകുശലോ ധീരോ വക്താ കാര്യോതി നിസ്പൃഹഃ. അനേകധർമ്മവിഭ്രാന്താഃ സ്ത്രൈണാഃ പാഖണ്ഡവാദിനഃ ശുഖശാസ്ത്രകഥോച്ചാരേ ത്യാജ്യാസ്തേ യദി പണ്ഡിതാഃ. വക്തുഃ പാർശ്വേ സഹായാർത്ഥം അന്യഃ സ്ഥാപ്യഃ തദാവിധഃ പണ്ഡിതഃ സംശയചേതാ ലോകബോധനതൽപരഃ. വക്ത്രാ ക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാഗ്വ്രതാപ്തയേ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത്. നിത്യം സംക്ഷേപത കൃത്വാ സന്ധ്യാദ്യം സംപ്രയത്നതഃ കഥാ വിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. പിതॄൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തദാ. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാത്. പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. സംസാരസാഗരേ മഗ്നം
ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ദര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതസ്യാപി തതഃ പൂജാ പ്രയത്നതഃ കർത്തവ്യാ വിധിനാ പ്രീത്യാ ധൂപദീപ സമന്വിതാ. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത്. സ്തുതി പ്രസന്ന ചിത്തേന കർത്തവ്യാ കേവലം തദാ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാദ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവചഃ പ്രോക്ത്വാ വക്താരം ചാദപൂജയേത്. സംഭൂഷ്യ വസ്ത്രഭൂഷാഭിഃ പൂജാന്തേ തം ച സംസ്തവേത്. സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ഇന്നലെ ഇതുവരെയാണ് കണ്ടത്. തുടർന്ന് കുറച്ചുകൂടി വായിക്കാം. തദഗ്രേ നിയമഃ പശ്ചാത് കർത്തവ്യശ്രേയസേ മുദാ സപ്തരാത്രം യഥാശക്ത്യാ ധാരണീയഃ സ ഏവ ഹി. വരണം പഞ്ചവിപ്രാണാം കഥാഭംഗനിവൃത്തയേ കർത്തവ്യം തൈർഹരേർജാപ്യോ ദ്വാദശാക്ഷര വിദ്യയാ. ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ചാന്യാൻ തഥാ കീർത്തനകാരിണഃ നത്വാ സംപൂജ്യ ദത്താജ്ഞഃ സ്വയമാസനമാവിശേത്. ലോകവിത്തതനാകാരഃ പുത്രചിന്താം വ്യുദസ്യ ച കദാചിത്ത ശുദ്ധമതിഃ സലഭേത് ഫലമുത്തമം. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയാ കഥാ സമ്യക് ധീരകണ്ഠം സുധീമതാ. കഥാ വിരാമ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തൽകഥാം അനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തദാ. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സുഗാവഹ ഹവിഷ്യാന്യേന കർത്തവ്യോ ഹേകവാരം കഥാർത്തിന. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേത് ശൃണുയാത് തദാ ഘൃതപാനം പയഃപാനം കൃത്വാ വൈ ശൃണുയാത് സുഖം. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ഭോജനം തു വരം മന്യേ കഥാ ശ്രവണകാരകം നോപവാസോ വരഃ പ്രോക്തഃ കഥാ വിഘ്നകരോ യതി. സപ്താഹവ്രതിനാം പുംസാം നിയമാൻ ശൃണു നാരദ വിഷ്ണുദീക്ഷാ വിഹീനാനാം നാദികാര കഥാശ്രവേ. ബ്രഹ്മചര്യം അധസുപ്തിഃ പത്രാവല്യാം ച ഭോജനം കഥാ സമാപ്തൗ ഭുക്തിം ച കുര്യാത് നിത്യം കഥാവ്രതി. ദ്വിദളം മധുതൈലം ച ഗരിഷ്ഠാന്നം തദൈവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാത് നിത്യം കഥാവ്രതി. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ച ദമ്പം മോഹം തഥാ ദ്വേഷം ദൂരയേത് കഥാവ്രതി. ദേവവൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രതിനാം തഥാ സ്ത്രീരാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവ്രതി. രജസ്വലാന്ത്യജം മ്ലേച്ഛ പതിതവ്രാതകൈസ്തദാ ദ്വിജദിഡ്വേദബാഹ്യൈശ്ച നവദേദ്യ കഥാവ്രതി. സത്യം ശൗചം ദയാ മൗനം ആർജവം വിനയം തദാ ഉദാരമാനസം തദ്വത് ഏവം കുര്യാത് കഥാവ്രതി. ദരിദ്രശ്ച ക്ഷയീ രോഗി നിർഭാഗ്യഃ പാപകർമ്മവാൻ അനഭക്ത്യോ മോക്ഷകാമഃ ശൃണുയാച്ച കഥാമിമാം. അപ്പോൾ ഇടയിൽ ഒരു 3 ശ്ലോകം എല്ലാ ബുക്കിലും ഉണ്ടോ? എല്ലാ ബുക്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വിട്ടത്. 47, 48, 49 എല്ലാ ബുക്കിലും ഉണ്ടോ? അത് ഒരു 3 ശ്ലോകം ഞാൻ വായിക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ കംപ്ലൈൻറ്റ് കേൾക്കാം.
വൃന്ദാകം ച കലഞ്ചം ച ദഗ്ധമന്നം മസൂരിക 47 കേട്ടോ ഇപ്പോൾ വായിക്കുന്നത്. വൃന്ദാകം ച കലഞ്ചം ച ദഗ്ധമന്നം മസൂരിക നിഷ്പാവാദ്യാമിഷം ചൈവ വർജയേദ്യ കഥാവ്രതി പലാണ്ടും ലശുനം ഹിംഗു മൂലകം ഗൃഞ്ചനം തഥാ നാളികാമൂല കുഷ്മാണ്ഡം നൈവാദ്യാദ്യ കഥാവ്രതി ദിപാചിതം സൂതകാന്നം ലവണം തഥാ മത്സ്യമാംസമജാദുഗ്ധം പൽവലോദം ച വർജയേത്. ഈ 3 ശ്ലോകങ്ങൾ എല്ലാ പുസ്തകത്തിലും ഇല്ല, പുതിയ പുസ്തകങ്ങളിലൊന്നും ഇല്ല. അതായത് ഗീതാ പ്രസിന്റെ ബുക്കിലും ഇല്ല. ഗീതാ പ്രസ്സാണ് ഓൾ ഇന്ത്യ ലെവലിൽ പ്രാമാണികമായിട്ട് ഉള്ളതായിട്ടുള്ള പുസ്തകം. അത് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 ശ്ലോകങ്ങൾ ഈ പറഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിലും ഗീതാ പ്രസ്സിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ചില പുസ്തകത്തിൽ ഉണ്ടാവും, ചില ഇറക്കുമതികളിൽ. അത് ആരെങ്കിലും എഴുതി ചേർത്തതായിരിക്കാം, പിന്നീട് ചില വൈഷ്ണവർ എഴുതി ചേർത്തതായിരിക്കാം. ആയിക്കോട്ടെ, ഞാനിപ്പോൾ എന്തായാലും 54 വരെ വായിച്ചത്. അപുഷ്പ കാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭാചയാ നാരീ തയാ ശ്രാവ്യാ പ്രയത്നതഃ ഏതേന വിധിനാ സ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞഫലപ്രദാ. ഏവം കൃത്വാ വ്രതവിധിം ഉദ്യാപനം അദാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ബലകാംക്ഷിഭിഃ. അതുവരെ ഇരിക്കട്ടെ, തുടർന്ന് കാണാം. 3 ശ്ലോകം ഇല്ല. ശരി, 3 ശ്ലോകം നിർബന്ധമില്ല, മാഹാത്മ്യമാണിതേ. ഒറിജിനൽ ഭാഗവതത്തിലേക്ക് പോകുമ്പോൾ അതിൽ വല്ല ശ്ലോകങ്ങളും നമുക്ക് കുറയുമ്പോൾ അപ്പം നമുക്ക് തർക്കിക്കാം. ഇത് മാഹാത്മ്യം മാത്രമാണ്, അതുകൊണ്ട് നിർബന്ധമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ കണ്ട ഭാഗം 7 ലോകങ്ങൾ കൽപ്പിച്ച ആസനങ്ങൾ കൽപ്പിക്കാനും അതുപോലെ വക്താവിനെ എങ്ങനെയൊക്കെ ആദരിക്കണം, അദ്ദേഹത്തെ എങ്ങനെയൊക്കെ പൂജിക്കണം എന്ന് പറഞ്ഞു. ശ്രോതാക്കളും വക്താക്കളും എങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നതാണ് ഉത്തമം എന്ന് സൂചിപ്പിച്ചു. വക്താവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വിരക്തനും വൈഷ്ണവനും വേദശാസ്ത്രാദി ശുദ്ധികൃത്തും ദൃഷ്ടാന്ത കുശലനും അതിനിസ്പൃഹനും ധീരനുമായിരിക്കണം വക്ത എന്ന് പറഞ്ഞു. വക്താവിനുണ്ടാവാൻ പാടില്ലാത്ത ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. വക്താവ് തന്നെ സ്വയം കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അനേക ധർമ്മ വിഭ്രാന്താഹ സ്ത്രൈണാഹ സ്ത്രീലമ്പടന്മാരാവാൻ പാടില്ല. പാഖണ്ഡവാദിനഹ വേദബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർ ആചരിക്കുന്നവരും ആവരുത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ത്യാജ്യാഹ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരെയൊക്കെ ത്യജിക്കേണ്ടതാണ്, അവരെയൊന്നും വക്താക്കളാക്കാൻ കൊള്ളില്ല. അതുപോലെ വക്താവിൻ്റെ അടുത്ത് ഒരു സഹായിയായിട്ടൊരു പണ്ഡിതനെ ഇരുത്തണം, സംശയചേതാവായിട്ട്, ലോകത്തെ ബോധിപ്പിക്കുവാൻ താല്പര്യമുള്ള, നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള ഒരാളെ. അതുപോലെ സപ്താഹ യജ്ഞം ആരംഭിക്കുന്നതിൻ്റെ തലേന്ന് തന്നെ ക്ഷൗരാദികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. സപ്താഹ സമയത്ത് ദീക്ഷയായിരിക്കണം. സൂര്യോദയത്തിന് മുമ്പ് അരുണോദയത്തിൽ ഉണർന്ന് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം, സ്നാനാദികളൊക്കെ ചെയ്യണം. നിത്യകർമ്മങ്ങൾ സന്ധ്യാവന്ദനാദികളൊക്കെ ചുരുക്കി ചെയ്യണം. സംക്ഷേപതഃ കൃത്വ, സന്ധ്യാദികളൊക്കെ സംക്ഷേപമാക്കി ചെയ്ത് കഥാവിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണേശ്വര ഭഗവാനെ പൂജിക്കണം. പിതൃക്കളെയെല്ലാം
ചുരുക്കി തർപ്പണം ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വിഷ്ണുവിനെ സ്ഥാപിക്കുവാനുള്ള മണ്ഡലം, സർവതോഭദ്രം എന്നു പേരുള്ള കോലമണിഞ്ഞുകൊണ്ടുള്ള മണ്ഡലം തയ്യാറാക്കി അതിൽ വിഷ്ണുവിനെ ആവാഹിക്കണം. കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് പൂജാവിധികൾ മന്ത്രപൂർവം ചെയ്യണം. പ്രദക്ഷിണ നമസ്കാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്രഭവാർണവാത്. സംസാരസാഗരത്തിൽ മഗ്നനായ ദീനനായ എന്നെ കരുണാനിധിയായ ഗുരുവായൂരപ്പ, കർമ്മമാകുന്ന മുതലയാൽ പിടിച്ച് ഞാൻ താഴ്ത്തപ്പെടുന്നു ഈ സംസാരസാഗരത്തിൽ. അങ്ങനെയുള്ള എന്നെ ഈ ഭവാർണവത്തിൽ നിന്ന് ഉദ്ധരിച്ചാലും എന്ന് ദൈന്യപൂർവം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ശ്രീമദ് ഭാഗവതത്തിനും പൂജ ചെയ്യണം. വിധിപ്രകാരം ധൂപദീപാദികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നാളികേര ഫലം പൂർണ്ണഫലം എടുത്തുകൊണ്ട് നമസ്കാരം സമർപ്പിക്കണം. സ്തുതി മുതലായത് ചെയ്യണം. ശ്രീമദ് ഭാഗവതത്തെ സ്തുതിക്കേണ്ടത് ഇങ്ങനെയാണ്: ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഇങ്ങനെ ഭാഗവതത്തോട് പ്രാർത്ഥിക്കണം, ഭഗവാനോടും പ്രാർത്ഥിക്കണം. ഭാഗവതവും ഭഗവാനും ഭേദം കാണരുത്. പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. അപ്പോൾ മുക്തിക്കായിക്കൊണ്ട് ഞാൻ ഈ ഭാഗവത രൂപിയായ കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ ഈ മനോരഥം സഫലമായി തരണം, യാതൊരു വിഘ്നവും കൂടാതെ ഇത് പൂർത്തീകരിച്ചു തരണം, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു എന്നിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ദൈന്യഭാവത്തിൽ പ്രാർത്ഥിച്ച് വക്താവായ ആചാര്യനെ പൂജിക്കണം. അദ്ദേഹത്തിന് വസ്ത്രഭൂഷണാദികളും ദക്ഷിണയുമെല്ലാം കൊടുത്ത് നമസ്കരിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ സ്തുതിച്ച് ബഹുമാനിക്കണം. സംസ്തവേത്. അപ്പൊ ആചാര്യനെ സ്തുതിക്കുന്ന സ്തുതിയാണ്: സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയ. ആചാര്യനെ സാക്ഷാൽ സുഖരൂപനായി, സർവജ്ഞനായി, സർവശാസ്ത്ര വിശാരദനായി സ്തുതിച്ചുകൊണ്ട് എൻ്റെ അജ്ഞാനത്തെ ഈ ഭാഗവത കഥയുടെ പ്രകാശം കൊണ്ട് നീക്കിയാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും സ്തുതിച്ച് നമസ്കരിക്കണം. നിത്യവും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെറിയൊരു ദക്ഷിണയെങ്കിലും, അതാണ് അതിൻ്റെ ഒരു മുറ മര്യാദ. ആദ്യത്തെ ദിവസം എന്തായാലും ആചാര്യവരണം എന്നുള്ള പേരിൽ വസ്ത്രാദികളും ഭൂഷാദികളും ഒക്കെ കൊടുത്തുകൊണ്ട് വെറ്റിലടക്കത്തോ എല്ലാം കൂടിയിട്ട് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കേണ്ടതാണ്. ഫലങ്ങളൊക്കെ കൊടുക്കാം. 2 മുതൽക്ക് അവസാന ദിവസം വരെ രാവിലെ ആരംഭിക്കുമ്പോൾ നിത്യവും അദ്ദേഹത്തെ നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ദക്ഷിണയെങ്കിലും നിത്യവും വെക്കുന്നത് ഉത്തമമാണ്. അത് കഴിഞ്ഞ് അവസാനം യജ്ഞം കഴിഞ്ഞിട്ടുള്ള ദക്ഷിണ വേറെ പറയും. അപ്പം അതൊക്കെ ഒരു മര്യാദയാണ്, നമ്മുടെ ശ്രദ്ധയെ സൂചിപ്പിക്കുന്നതാണത്. ഞാൻ ഇന്നാൾ പറഞ്ഞ ആ മഹാത്മാവ് മരിച്ചുപോയ അദ്ദേഹം ഉണ്ണികൃഷ്ണ പിഷാരടി 96 വയസ്സ് വരെയും ആരോഗ്യവാനായി ഇരുന്ന് ആനന്ദമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് മരിച്ചുപോയ ആ മഹാത്മാവ് എല്ലാ ദിവസവും സപ്താഹത്തിൽ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ആചാര്യനെ വന്ന് നമസ്കരിച്ച് ദക്ഷിണയും വെച്ചിട്ടാണ് പിന്നെ അദ്ദേഹം എല്ലാവരുടെ കൂടെയും കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ദിവസവും ദക്ഷിണ വയ്ക്കും. ചെറിയൊരു എമൗണ്ട്, ചെറുത്, ചിലപ്പോൾ 11 രൂപയായിരിക്കും, ചിലപ്പോൾ 50 രൂപയായിരിക്കും, ചിലപ്പോൾ 100 രൂപയായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത്. അത് എന്തെങ്കിലും ഒന്ന് വെക്കുക എന്നുള്ളതൊരു മര്യാദയാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സംസ്കാരം. കാരണം നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിന്, ഈ ജ്ഞാനത്തിന് മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്, എത്ര അതിനെ ആദരിക്കുന്നു, അത് നമ്മൾ ആ അറിവിനോടുള്ള ആദരവാണ്. അതിനെ നമ്മൾ ആചാര്യനോടായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം അറിവ് രൂപമില്ലാത്തൊരു സാധനമാണ്. അതിനെ എവിടെ നോക്കിയിട്ട് നമ്മൾ നമസ്കരിക്കും? അറിവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകാശത്ത് നോക്കിയിട്ടോ എവിടെ നോക്കിയിട്ട് നമസ്കരിക്കും? അപ്പോൾ അറിവിൻ്റെ സ്രോതസ്സായ ആചാര്യനെ നോക്കിയിട്ട് നമസ്കരിക്കുകയാണ്. ആ അറിവിന് നമ്മൾ എത്രയോ അമൂല്യത ആണ് കൽപ്പിക്കുന്നത്. എങ്കിലും യഥാശക്തി ആ ആചാര്യന് നിത്യവും ദക്ഷിണ സമർപ്പിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ വിനയത്തിൻ്റെ, നമ്മുടെ ആ അറിവിനോടുള്ള സമീപനത്തിൻ്റെ പ്രകടനമാണ്. അല്ലാതെ അവർക്കത് വേണ്ടിയിട്ടോ വേണ്ടാതെയോ അല്ല. അതൊരു സംസ്കാരമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സപ്താഹത്തിനെ വരില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വരാതിരിക്കേണ്ട ഒന്നുമില്ലെങ്കിൽ ഒരു പുഷ്പം വെച്ച് നമസ്കരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ പൈസ ചിലവാക്കിയിട്ടാണ് സപ്താഹത്തിനൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടി ദിവസവും കൊടുക്കാൻ പറഞ്ഞാൽ എവിടേക്ക് പോകും എന്നൊക്കെ ചോദിച്ചാൽ ഒരു പുഷ്പം വെച്ച് നമസ്കരിക്കുക, അത്രയും ഇല്ലാത്തവരാണെങ്കിൽ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. അപ്പോൾ 34 തൊട്ട് നമുക്ക് തുടരാം. 34-ാം ശ്ലോകം മുതൽ. ആചാര്യനെ സ്തുതിച്ചു, നമസ്കരിച്ചു. തുടർന്ന് തദഗ്രേ നിയമഃ പശ്ചാത് കർത്തവ്യഃ ശ്രേയസേ മുദാ സപ്തരാത്രം യഥാ ശക്ത്യാ ധാരണീയഃ സ ഏവ ഹി. തദഗ്രേ നിയമഃ പശ്ചാത് കർത്തവ്യഃ ശ്രേയസേ മുദാ. ശ്രേയസ്സിനായിക്കൊണ്ട് സന്തോഷപൂർവം ആരംഭത്തിൽ തന്നെ, അഗ്രേ എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിഗിനിങ്, എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമഃ കർത്തവ്യഃ, ഒരു നിയമം, ദീക്ഷ, അതാണ് നിയമം എന്ന് പറയുന്നത്. ഒരു വ്രതം, ഏതെങ്കിലും ഒരു സങ്കല്പം. ഇതിൽ വക്താവും അതെ ശ്രോതാക്കളും സങ്കല്പിക്കുന്നത് ഉത്തമം എന്ന് വെച്ചാൽ ഈ 7 ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ, ഇന്നതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ നിശ്ചയം, അതിനാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ തന്നെ വേണമെങ്കിൽ ഇന്നത് ഇത്ര നേരം കഴിക്കും, ഇത് മാത്രമേ കഴിക്കൂ, അതുപോലെ ഞാൻ ഇത്ര നാമം ജപിക്കും ഇതിൻ്റെ ഇടവേളകളിൽ, രാവിലെ നേരത്തെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ വരും, അതുപോലെ സ്നാനം, ശൗചം മുതലായ നിയമങ്ങളൊക്കെ പാലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിയമഃ കർത്തവ്യഃ എന്ന് പറഞ്ഞത്. ഒരു വ്രതമായിട്ട്, ഒരു ദീക്ഷയായിട്ട് ഒരു നിശ്ചയം വെക്കുക. അല്ലാതെ താന്തോന്നിത്തം കാണിച്ചുകൊണ്ട് സപ്താഹത്തിൽ പങ്കെടുക്കുകയല്ല. ഒരു ദിവസം ഒരു മാതിരി, മറ്റൊരു ദിവസം വേറൊരു മാതിരി, 3-ാം ദിവസം വേറൊരു മാതിരി, അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു അവിയൽ പരിഭവമല്ല, ഒരു ചിട്ട. അതാണ് നിയമഃ കർത്തവ്യഃ. അഗ്രേ പശ്ചാത് എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ എന്നുള്ള അർത്ഥത്തിലാണ്. സപ്തരാത്രം യഥാ ശക്ത്യാ ധാരണീയഃ. 7 ദിവസവും എപ്രകാരമാണോ ഒരേപോലെ ധരിക്കാൻ കഴിയുക, ഒരേ ശക്തിയിൽ ധരിക്കാൻ കഴിയുക, അങ്ങനെയുള്ള വ്രതം എടുത്താൽ മതി. ആരംഭശൂരത്വം കാണിച്ചിട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഫുൾ പട്ടിണി ഇരുന്നുകൊണ്ട് ഭാഗവതം കേൾക്കും എന്ന് പറഞ്ഞാൽ 2-ാം ദിവസം ആൾക്ക് കേൾക്കാൻ പറ്റില്ല. ആള് കുഴഞ്ഞു വീണ് കിടക്കും എവിടെയെങ്കിലും. ചിലപ്പോൾ ഷുഗറോ പ്രഷറോ ഒക്കെ മാറിയിട്ട് കൂടുക കുറയുക ചെയ്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ടി വരും, ഗ്ലൂക്കോസൊക്കെ കയറ്റേണ്ടി വരും. അപ്പം അതുകൊണ്ട് 7 ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള വ്രതങ്ങൾ വേണം എടുക്കാനെന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സപ്തരാത്രം യഥാ ശക്ത്യാധാരണീയഃ, അവനവന്റെ യഥാശക്തി ധാരണം ചെയ്യാൻ പറ്റുന്ന വ്രതങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സ ഏവ ഹി,
അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ശക്തി. എല്ലാവരും ഒരേ ആരോഗ്യമുള്ളവരും ഒരേ സംസ്കാരമുള്ളവരും അല്ല. സംസ്കാരവും വേണം ഇതിന്. ആദ്യത്തെ ദിവസം കഠിന വ്രതങ്ങളൊക്കെ ഏറ്റെടുത്തു, പിറ്റേ ദിവസം പ്രലോഭനങ്ങളിൽ വീണ് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്താൽ ശക്തിയില്ലാത്തവർക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ നല്ല ചിട്ടയുള്ള കഠിന വ്രതങ്ങളൊക്കെ എടുക്കാൻ ശക്തിയുള്ള സംസ്കാരമുള്ള ഒരാൾ ഒരു വ്രതം എടുത്തു എന്ന് പറഞ്ഞിട്ട് അതേ സംസ്കാരം ഇല്ലാത്ത ഒരാൾ അത് എടുക്കാൻ പുറപ്പെട്ടാൽ 2 ദിവസം കൊണ്ട് കുരങ്ങന്റെ ഏകാദശിയായിട്ട് മാറും. അല്ലേ? കുരങ്ങൻ ഏകാദശി എടുത്താൽ എങ്ങനെ ഇരിക്കും? ഏകാദശിക്ക് തലേ ദിവസം തന്നെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ നാളെ ഏകാദശിയാണ്, പട്ടിണിയാണ്, നാളത്തെ ഏകാദശി പട്ടിണി കഴിഞ്ഞാൽ മറ്റന്നാളെ ചിലപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് മറ്റന്നാളേക്ക് വേണ്ട പഴങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ സംഭരിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവമി അല്ലെങ്കിൽ ദശമി ദിവസം തന്നെ സംഭരിച്ചു വെക്കാൻ തുടങ്ങും. പിന്നെ വിചാരിക്കും, അല്ല ഏകാദശി വ്രതം നോറ്റ് കഴിഞ്ഞാൽ എൻ്റെ കയ്യോ കാലോ ഒക്കെ അനക്കാൻ പറ്റിയില്ലെങ്കിലോ, നടക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഭക്ഷണം അടുത്ത് തന്നെ ഇരിക്കട്ടെ, പിറ്റേ ദിവസം കഴിക്കാനുള്ളതാണ്. അങ്ങനെ അടുത്ത് തലവെച്ച് കിടക്കും. കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, അല്ല മറ്റന്നാൾ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്ക് ഇത് എനിക്ക് കൈകൊണ്ടെടുത്ത് വായിലേക്ക് വെച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ എടുത്ത് വായിലേക്ക് തന്നെ വെക്കാം എന്ന് പറഞ്ഞ് പഴമൊക്കെ എടുത്ത് വായിലേക്ക് തന്നെ വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അല്ല ഈ വായിൽ വെച്ചിട്ട് അന്ന് കടിച്ച് ചവയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇന്ന് തന്നെ ചവച്ച് തിന്നാം എന്ന് പറഞ്ഞ് നാളെയുള്ള ഏകാദശി ഇന്ന് തന്നെ മുറിക്കും. ഹരി ഓം. ക്ലാസ്സിലാണ്. പറഞ്ഞു വന്നപ്പോൾ ഇന്ന് ഏകാദശിയാണ്, ഇന്ന് തന്നെ ഏകാദശിയാണ്. അപ്പോൾ സത്യം. അപ്പോൾ കുരങ്ങൻ ഏകാദശി എടുത്ത പോലെ ആവരുത്. നമുക്ക് പറ്റുന്ന വ്രതങ്ങളെ നമ്മൾ എടുക്കാവൂ. എത്ര ദിവസത്തേക്കുള്ളതാണ്? 7 ദിവസത്തേക്കുള്ളതാണ്. ആ 7 ദിവസം കൊണ്ടു നടക്കാൻ പറ്റുന്ന ചിട്ടകൾ, ഒരു എന്തെങ്കിലും ചിട്ട ഉണ്ടാവണം, ഒരു മിനിമം ചിട്ടയെങ്കിലും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. തദഗ്രേ നിയമഃ പശ്ചാത് കർത്തവ്യശ്രേയസേ മുദാ സപ്തരാത്രം യഥാശക്ത്യാ ധാരണീയഃ സയേവ ഹി വരണം പഞ്ചവിപ്രാണാം കഥാ ഭംഗ നിവൃത്തയേ കർത്തവ്യം തൈർഹരേർജാപ്യോ ദ്വാദശാക്ഷര വിദ്യയാ. ഈ സപ്താഹം ഭംഗിയായി വിഘ്നം കൂടാതെ നടന്നു പോകാൻ, അതാണ് കഥാഭംഗ നിവൃത്തയേ, കഥയ്ക്ക് ഭംഗം ഉണ്ടാവാതിരിക്കാൻ നിവൃത്തിക്കായിക്കൊണ്ട് പഞ്ചവിപ്രാണാം വരണം കർത്തവ്യം, 5 ബ്രാഹ്മണരെ വരിക്കുക. മഹാത്മാക്കളായിട്ടുള്ള, എന്താ പറയുക, അച്ചടക്കമുള്ള സദാചാരമുള്ള ആ ഒരു 5 ബ്രാഹ്മണരെ വരിച്ച് തൈഹി ഹരേഹേ ജാപ്യഹ, തൈഹി അവരാൽ, ഹരേഹേ ഹരിയുടെ, ജാപ്യഹ ജപം കർത്തവ്യഹ ഹരിയുടെ ജപം ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെ? ദ്വാദശാക്ഷര വിദ്യയാ. ദ്വാദശാക്ഷര വിദ്യ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരമുള്ള മന്ത്രം നാരദ ഋഷി എല്ലാവർക്കും ഉപദേശിച്ചതായിട്ടുള്ള ഈ 12 അക്ഷരമുള്ള ദ്വാദശാക്ഷര വിദ്യ കൊണ്ട് 5 ബ്രാഹ്മണരെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇരുത്തി ജപിപ്പിക്കുന്നത് ഉത്തമം. ഈ സപ്താഹ വേദിയുമായിട്ട് ബന്ധം വേണമെന്നില്ല. ദൂരെ എവിടെയെങ്കിലും മാറിയിരുന്നു കൊണ്ട് അവരെ ആ ജപത്തിൽ മാത്രം മുഴുകിയിരിക്കുക. അവർക്ക് അതിനുള്ള ദക്ഷിണയും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക. അവരവരുടെ ചിട്ടയ്ക്ക് അത് ചെയ്തോളും. അങ്ങനെയുള്ള 5 പേരെ വേണമെങ്കിൽ വരിക്കാം എന്ന്. പഴയ ചിട്ടയാണിതെല്ലാം. ഇന്നൊന്നും ഇതൊന്നും നടക്കില്ല, കാരണം വലിയ എക്സ്പെൻസീവാണ്. മാത്രമല്ല ഇത്രയും വ്രതത്തോടെ ചിട്ടയോടുകൂടെ ഇരുന്ന് ജപിക്കാൻ പറഞ്ഞാൽ ജപിക്കുന്ന ആളുകളും കുറവാണ്. ദക്ഷിണയൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കും, ജപമൊക്കെ കണക്കായിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ സപ്താഹം ആരംഭിച്ചാൽ ഒരു ഭംഗവും വരുമൊന്നുമില്ല. എങ്കിലും ഇതൊക്കെ അതിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി കരുതലായിട്ട്
മുൻകരുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പണ്ടത്തെ ആചാരങ്ങളാണ്. നടത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ നടത്തിക്കോളൂ, ഒരു ദോഷമില്ല, ഉത്തമം. കാരണം മഹാത്മ്യത്തിൽ പറഞ്ഞതാണ്, സാധിക്കുന്നവരൊക്കെ നടത്തിക്കോളൂ, സാധിക്കില്ലെങ്കിൽ നിർബന്ധമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ വിധിപ്രകാരം ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ. നമ്മുടെ മള്ളിയൂർ തിരുമേനി കുറേയൊക്കെ ഇത് പാലിക്കുന്ന ആളായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പരമാവധി കുറേ കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പാടൊക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ അവസാന കാലത്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിന് വയ്യാതായി. അദ്ദേഹം വന്നൊന്ന് എത്തി നോക്കിയിട്ട് പോവുള്ളൂ. പ്രഭാഷണമൊന്നും അദ്ദേഹത്തിന് വയ്യാതായി. അപ്പോൾ മക്കൾ പ്രഭാഷണം ചെയ്യും, അദ്ദേഹം വല്ലപ്പോഴൊക്കെ വന്ന് എത്തി നോക്കിയിട്ട് പോകും. ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, എപ്പോഴും നോർത്തിലൊക്കെ ഉണ്ട് എന്ന് പറയണു. പല ഭാഗത്തും ഉണ്ടാവും ആ സമ്പ്രദായ പ്രകാരം ചെയ്യുന്നവർ. ശരി. ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ചാന്യാൻ തഥാ കീർത്തനകാരിണഃ നത്വാ സംപൂജ്യ ദത്താജ്ഞഃ സ്വയം ആസനമാവിശേത്. ഇത് ശ്രോതാവിനുള്ള നിർദ്ദേശമാണ്. ശ്രോതാവ്, മുഖ്യ ശ്രോതാവ്, യജമാനനായിരിക്കുന്ന ആള്, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, മുഖ്യത്വം, അദ്ദേഹത്തിൻ്റെ ചെലവ് ഒക്കെ ആയിരിക്കും പ്രധാനം. അപ്പം അങ്ങനെയുള്ള ആ ശ്രോതാവായിട്ടുള്ള ആള് ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ച അന്യാൻ, അവിടെ കൂടിയിരിക്കുന്ന മഹാത്മാക്കളെയൊക്കെ, വൈഷ്ണവരെയും ബ്രാഹ്മണരെയും അന്യന്മാരെയും, തഥാ കീർത്തനകാരിണഃ, അതുപോലെ വക്താവിനെയും മറ്റ് കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരെയും, നത്വ, പൂജിച്ച് നമസ്കരിച്ച്, സംപൂജ്യ, അവരെയൊക്കെ വേണ്ട രീതിയിൽ സൽക്കരിച്ച് ദക്ഷിണയൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, വസ്ത്രങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ ഉത്തമമാണ്. വന്നിരിക്കുന്ന മഹാത്മാക്കൾക്കൊക്കെ ദക്ഷിണ നമസ്കാരമൊക്കെ ചെയ്ത്, ദത്ത ആജ്ഞ, അവരിൽ നിന്ന് ആജ്ഞ ലഭിക്കപ്പെട്ടവനായിട്ട്, നൽകപ്പെട്ട ആജ്ഞയോടുകൂടിയവനായിട്ട്, സ്വയം ആസനം ആവിശേത്, താൻ തൻ്റെ ആസനത്തിൽ ഇരിക്കണം. മുഖ്യ ശ്രോതാവായിട്ട് വക്താവിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. അപ്പോൾ താനാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്, മഹാത്മാക്കളെയൊക്കെ. അപ്പോൾ മഹാത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കഥ കേട്ടിട്ട് പൊക്കോളൂട്ടോ എന്ന് പറയാൻ പാടില്ല. നമ്മൾ വിളിച്ചു വരുത്തിയ അവരെ ബഹുമാനിക്കുക എന്നുള്ളതും കൂടി ഒരു ചടങ്ങാണ്. ആരെയൊക്കെ എത്രയൊക്കെ മഹാത്മാക്കളെ നമ്മൾ വിളിച്ചു വരുത്തിയോ അവർക്കൊക്കെ വസ്ത്രവും ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. മഹാത്മാക്കൾ എപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ വന്നാലും അതിനെ നമ്മൾ പൂജിക്കുക, ബഹുമാനിക്കുക എന്നുള്ള ഒരു സംസ്കാരമായിട്ട് മാറണം. അല്ലെങ്കിൽ കെയർലെസ് ആവരുത്, കാഷ്വലായിട്ട് അവരെ സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അവഗണിക്കരുത്. ബ്രാഹ്മണാൻ വൈഷ്ണവാൻ ചാന്യാൻ തഥാ കീർത്തനകാരിണഃ നത്വാ സംപൂജ്യ ദത്താജ്ഞഃ സ്വയം ആസനമാവിശേത് ലോകവിത്തധനാകാരപുത്ര ചിന്താം വ്യുദസ്യ ച കഥാചിത്ത ശുദ്ധമതിഃ സലഭേത് ഫലമുത്തമം. ഈ ശ്രവണം ചെയ്യുന്ന ആൾക്ക് എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത? എങ്കിലേ അദ്ദേഹത്തിന് സഹ ലഭേത് ഫലം ഉത്തമം, സഹ ഉത്തമം ഫലം ലഭേത്, അവന് ഉത്തമമായിട്ടുള്ള ഫലം ലഭിക്കും. അപ്പോൾ എങ്ങനെ? ലോക വിത്ത ധന അകാര പുത്ര ചിന്താം വ്യുദസ്യ. ചിന്താം വ്യുദസ്യ എന്ന് പറഞ്ഞാൽ ചിന്തയെ ഉപേക്ഷിച്ചിട്ട്. ആരെയൊക്കെ കുറിച്ചിട്ടുള്ള ചിന്ത? ലോകത്തെന്തൊക്കെയാ നടക്കണത്? ഇന്നത്തെ പത്രം കണ്ടില്ലല്ലോ, ടി വിയിൽ ന്യൂസൊന്നും കണ്ടില്ലല്ലോ, ഇന്നത്തെ വാട്സപ്പ് ഒന്നും നോക്കിയില്ലല്ലോ, ഫേസ്ബുക്കിൽ എന്തൊക്കെയാണെന്ന് അലർട്ട്. ഇങ്ങനെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറക്കണം. അപ്പം ന്യൂസ് പേപ്പർ, ടി വി, മൊബൈല് ഒക്കെ ദൂരെ വെക്കണം. അതുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ആവണം. ആകെ ഭഗവാനിൽ മാത്രം, ഭാഗവതത്തിൽ മാത്രം മനസ്സിരുത്തണം. അല്ലാതെ ഭാഗവത യജ്ഞശാലയിൽ പോയിട്ട് മൊബൈൽ കിണിങ്ങിണിങ്ങിണിന്ന് ഇടയ്ക്കിടയ്ക്ക് അടിക്കുക, അതിൽ ആൾക്കാർ വിളിച്ച് ഓരോന്ന് പറയുക, അത് മറ്റുള്ളവരെയും കൂടി ഉപദ്രവിക്കുക.
അല്ലെങ്കിൽ സ്വയം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അത് നോക്കുക, അതൊക്കെ ശരിയല്ല. എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ആർക്കും ഉപദ്രവം ഉണ്ടാവില്ലായിരുന്നു, നിങ്ങൾക്കും സമാധാനമുണ്ട്, നാട്ടുകാർക്കും സമാധാനമുണ്ട്, വരാതിരിക്കായിരുന്നു ഭേദം. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള മൊബൈലും അതുപോലെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരിക. അത്യാവശ്യമാണെങ്കിൽ കാറിൽ വെച്ച് പൂട്ടുക. എന്നിട്ട് കാറ് വെയിലത്ത് നിർത്തരുത്. പകലാണെങ്കിൽ മൊബൈലും കാറിൽ വെച്ച് പൂട്ടി നല്ല വെയിലുള്ളിടത്ത് കാറും നിർത്തിയാൽ ഉച്ചനേരത്തൊരു പൊട്ടൽ കേൾക്കാം, കാറ് കത്തുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. സ്വാമി പറഞ്ഞു എന്ന് പറയരുത് അവസാനം. സ്വാമി അതിൻ്റെ മുൻകരുതലുകളും പറഞ്ഞുതരാം. അപ്പോൾ വെയിലത്ത് നിർത്തരുത്. കാറിൽ ഇതുപോലെയുള്ള ഗാഡ്ജറ്റുകൾ വെച്ചാൽ ചൂട് പിടിച്ചാൽ പൊട്ടിത്തെറിക്കും, കത്തും ഒക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേണ്ട കരുതലൊക്കെ എടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. യാത്രയിൽ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകാനുള്ളവരൊക്കെ ആണെങ്കിലേ ഇതൊക്കെ വേണ്ടൂ. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള മെസ്സേജുകൾ അങ്ങോട്ട് അയക്കണമെങ്കിൽ മാത്രമേ വേണ്ടൂ. കഴിയുന്നതും ഒഴിവാക്കുക, പരമാവധി അവോയ്ഡ് ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ ലോക ചിന്ത, വിത്ത ചിന്ത, ധനത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത, എവിടെയെങ്കിലും ആർക്കെങ്കിലും കടം കൊടുത്തത് പിരിക്കാൻ പോണ്ട ഓർമ്മ വരിക, അയ്യോ അവൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് പോകുമല്ലോ എന്ന് ബിസിനസ്സുകാർ വിചാരിക്കുക. എന്നാൽ പിന്നെ അവൻ ബിസിനസ്സിലിരുന്നാൽ മതി. അവൻ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് തോണിയിൽ കാലിട്ടിട്ടിരിക്കണ്ട. ബിസിനസ്സിലിരിക്കണം, ബിസിനസ്സിലിരുന്നോട്ടെ. സപ്താഹത്തിന് വരുമ്പോൾ അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരും. എന്തെങ്കിലും നഷ്ടം വന്നാലും പോട്ടെ എന്ന് വെക്കുക. തനിക്ക് കിട്ടുന്ന ഈ ലാഭത്തിനേക്കാൾ വലുതായിട്ട് ഒരു ലാഭവും ഇല്ല എന്ന് വിചാരിക്കുക. വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരിക. അപ്പോൾ വിത്തചിന്ത, ധനചിന്ത, അകാരചിന്ത. അകാരചിന്ത ഗൃഹചിന്ത. അകാരം ഗൃഹമാണ്. അപ്പോൾ ഗൃഹത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത. വീട്ടിൽ ആരുമില്ല, കള്ളന്മാർ വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമോ, എങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ ഒഴിവാക്കുക. അതിനൊക്കെ ഏർപ്പാടുകൾ ചെയ്യുക നേരത്തെ തന്നെ. പുത്രചിന്താം, പൗത്രന്മാരെ കുറിച്ചൊക്കെയുള്ള ചിന്ത, ബന്ധുക്കളെ കുറിച്ചിട്ടുള്ള ചിന്തയൊക്കെ വിടുക. എല്ലാ ചിന്തയും വിദസ്യ കഥാചിത്ത, ഒരൊറ്റ ചിത്തം, കഥയിൽ ചിത്തം ഉറപ്പിക്കുക. മനസ്സ് കഥയിൽ മാത്രം. ശുദ്ധമതിഹി, ബുദ്ധിയിൽ നല്ല തെളിമ, ശുദ്ധി, വേറൊരു കാലുഷ്യവുമില്ല, ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും ഇല്ലാതെ ഏകാഗ്രതയോടെ കഥയിൽ മനസ്സിരുത്തിക്കൊണ്ടിരുന്നാൽ സഹലഭേദ ഫലം ഉത്തമം, അവന് ഉത്തമ ഫലം ലഭിക്കും. അപ്പൊ ഉത്തമ ഫലത്തിനാണ് ഇതൊക്കെ പറയുന്നത്. ലോകവിത്തധനാകാരപുത്ര ചിന്താം യുധസ്യ ച കഥാചിത്ത ശുദ്ധ മതിഹി സലഭേത് ഫലമുത്തമം. ആ സൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയ കഥാ സമ്യക് ധീരകണ്ഠം സുധീമത. ഇനി വായിക്കാനുള്ള കാലത്തെക്കുറിച്ചാണ് പറയണത്. ആ സൂര്യോദയം ആരഭ്യ, സൂര്യോദയം സമയത്ത് ആരംഭിച്ച്, സൂര്യോദയം മുതൽക്ക് എന്നാണ് ആ സൂര്യോദയം. ആസമന്താത് സൂര്യോദയം, ഫ്രം സൂര്യോദയം എന്നർത്ഥം. സൂര്യോദയ സമയത്ത് ആരംഭിച്ച് സാർദ്ധ ത്രിപ്രഹരാന്തകം. ത്രിപ്രഹരം, പ്രഹരം എന്ന് പറഞ്ഞാൽ യാമം. അപ്പൊ സാർദ്ധത്രി എന്ന് പറഞ്ഞാൽ 3.5, അർദ്ധത്തോടു കൂടിയ ത്രി 3.5, അർദ്ധവും 3. അപ്പൊ 3.5 യാമം കഴിയുന്നത് വരെ എന്നാണ്. അപ്പോൾ ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. 3.5 യാമം എന്ന് പറയുമ്പോൾ 10.5 മണിക്കൂറായി. 10.5 മണിക്കൂർ വായിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത്. സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയ കഥാസമ്യക്, കഥാസമ്യക് വാചനീയ, ആ കഥയെ, ഭാഗവതത്തെ ഭംഗിയായിട്ട് വായിക്കാം. ധീരകണ്ഠം സുധീമത, സുധീമത നല്ല ബുദ്ധിമാനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ആചാര്യനാൽ ധീരകണ്ഠം. ധീരകണ്ഠം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായ ശബ്ദത്തോടുകൂടെ, സ്പഷ്ടമായ ശബ്ദത്തോടുകൂടെ, വല്ലാതെ ഉച്ചത്തിൽ അലറുക എന്നർത്ഥമില്ല, മന്ദത്തിൽ അല്ലേ അല്ല, വ്യക്തമായ മധ്യമസ്വരത്തിൽ എന്നർത്ഥം. മധ്യമ ശബ്ദമാണ് ഉത്തമം. ഉച്ചവുമല്ല നീചവുമല്ല,
മധ്യമസ്വരം സാന്ദ്ര ഗംഭീരമായ ശബ്ദത്തിൽ വക്താവിനും ശ്രോതാക്കൾക്കും സുഖപരമായ രീതിയിൽ, മൃദുവായ രീതിയിൽ, ഹൃദ്യമായ രീതിയിൽ ധീരകണ്ഠം എന്ന് വ്യക്തതയോടെ എന്നർത്ഥമാണ്. അപ്പൊ സ്പഷ്ടമായിട്ട് വായിക്കുക. അപ്പൊ ഇവിടെ 10.5 നാഴിക അല്ല 10.5 മണിക്കൂർ എന്ന് സൂചിപ്പിച്ചത് സാർദ്ധത്രിപ്രഹരം എന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് 1.5 മണിക്കൂറോളം ഗ്യാപ്പും കൂടി കൂട്ടിയിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ 12 മണിക്കൂറായി. അപ്പോൾ വൈകുന്നേരം സൂര്യാസ്തമയം വരെ വായിച്ചാൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. കഥാവിരാമ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തൽകഥാം അനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തദാ. കഥാവിരാമ കർത്തവ്യ മധ്യാഹ്നേ. മധ്യാഹ്നേ ഉച്ചനേരത്ത് ഘടികാദ്വയം കഥാവിരാമ കർത്തവ്യ. ഘടികാദ്വയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നാഴിക, 2 നാഴിക. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ് അല്ലേ? 60 നാഴിക പകലാണ്. അപ്പൊ 24 മിനിറ്റ് അല്ലേ ഒരു നാഴിക? അതെ, 2.5 നാഴികയാണ് ഒരു മുഹൂർത്തം. അല്ല, 2.5 നാഴിക ഒരു മണിക്കൂർ 60 മിനിറ്റ്. ശരിയാണ്. അപ്പോ 2 നാഴിക എന്ന് പറഞ്ഞാൽ ഒരു മുഹൂർത്തം ആയി 48 മിനിറ്റ്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ നിർത്തിവെക്കാം എന്നാണ് ഇവിടെ സമ്മതം കൊടുത്തിരിക്കുന്നത്. കഥാവിരാമ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തൽ കഥാം അനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തദാ. ആ സമയത്ത് ബ്രാഹ്മണരോ വൈഷ്ണവരോ ഒക്കെ ഇരുന്നു കൊണ്ട് ആ കീർത്തനം അനുകാര്യം, ഭഗവത് കീർത്തനങ്ങളൊക്കെ പാടാവുന്നതാണ്. ഈ ഭാഗവത സപ്താഹത്തിൻ്റെ ഇടവേളയിൽ ഭക്ഷണത്തിനും മറ്റുമൊക്കെ ഇടവേള കൊടുക്കുമ്പോൾ ആ സമയത്ത് കീർത്തനങ്ങൾ ആലപിക്കാവുന്നതാണ് എന്ന് പറയുകയാണ് ഇവിടെ. വൈഷ്ണവൈഹി തഥാ കീർത്തനം അനുകാര്യം എന്ന്. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരമാക്കുക. ലഘ്വാഹാര സുഗാവഹ. ലഘു ആഹാരം സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഭക്ഷണം, ഹെവി ആയിട്ടുള്ളതല്ല ഉച്ചനേരത്ത് കഴിക്കേണ്ടത്. അതാണ് ലഘു ആഹാര സുഗാവഹ. അപ്പോൾ വലിയ സദ്യവട്ടങ്ങളൊന്നും വേണ്ട ഉച്ചയ്ക്ക്. ലളിതമായിട്ടുള്ള ഭക്ഷണം. എന്ത് കഴിച്ചാൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ലയോ, അതാണ് സുഗാവഹ. സുഖത്തെ ആവഹിക്കുന്നത്. കംഫർട്ടബിൾ ആയിരിക്കണം, ഹെവി ആയിട്ട് തോന്നരുത്, ഉറക്കം വരരുത്, മലമൂത്ര വിസർജനം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് തോന്നരുത്. നല്ലോണം കഴിച്ചാൽ ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ പോണ്ടി വരും. കൂടുതൽ വെള്ളം കുടിച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനും പോണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞ് മലമൂത്ര ജയാർത്ഥം. നിത്യവും രാവിലെ നേരത്തെ കുളിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം പോവുക മലമൂത്രാദികളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ പോയാൽ നല്ലോണം ശൗചാദികളൊക്കെ കഴിക്കുക. പിന്നെ വൈകുന്നേരം പോകുന്ന മാതിരി നോക്കുക. അതാണ് ഉത്തമം. അപ്പം ആ സമയത്ത് കുടിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക. അപ്പോൾ മലമൂത്രമൊക്കെ ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം അന്വേഷിച്ച് പോണ്ടി വരും. അവിടെ പോകുമ്പോൾ ക്യൂ ആയിരിക്കും ആൾക്കാർ. അപ്പം എന്താവും, കഥ കേൾക്കുന്നതിൽ തടസ്സം വരും. അതാണ് മലമൂത്ര ജയാർത്ഥം ഹി. മലമൂത്രങ്ങളെ ജയിക്കുവാനായിക്കൊണ്ട് അതിൻ്റെ ബാധ ഇല്ലാതിരിക്കാൻ ലഘു ആഹാര സുഗാവഹ. ഹവിഷ്യാന്നേന കർത്തവ്യോ ഏകവാരം കഥാർത്ഥിന. ഹവിഷ്യാന്നം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന് പൂജിച്ച നിവേദ്യം, അല്ലെങ്കിൽ അരി ചാമ ഇതുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന് നിവേദിക്കുന്നതായിട്ടുള്ള അന്നം കൊണ്ട് നിവേദിച്ച ആഹാരം മാത്രം ഏകവാരം ഒരു നേരം കഴിക്കുന്നതാണ് കഥ കേൾക്കുന്നവർക്ക് ഉത്തമം. കഥ കേൾക്കുന്നവരുടെ കാര്യമാണ് ഇട്ടത്. കഥാർത്ഥിന എന്ന് പറയുമ്പോൾ കഥ കേൾക്കുന്നവർക്കാണ്. പറയുന്നവർക്ക് കുറച്ചുകൂടി ആരോഗ്യം വേണ്ടി വരും. അവർക്കിതുപോലെ ഒരു നേരം കഴിച്ചിട്ടിരുന്നാൽ അവർക്ക് വയ്യാതെയാവും. വായനയും
പറയുന്നവരൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ എഫർട്ടുണ്ട്. വെറുതെ ഇരിക്കുകയല്ല, കേട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൂടിയാൽ ഉറക്കം വരിക ചെയ്യുക. കേട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കുറയ്ക്കുന്നതാണ് ഉത്തമം. പറയുന്നവർക്ക് ആവശ്യത്തിന് എനർജി വേണം. അവർക്ക് എനർജിക്കുള്ളത് കഴിക്കട്ടെ, അവരെ വേണ്ട രീതിയിൽ ഇതാക്കുക. അവർക്ക് എന്തായാലും പണിയുള്ളതുകൊണ്ട് ഉറക്കമൊന്നും വരില്ല. അവർക്ക് വായനയുണ്ട്, കഥ പറയാനുണ്ട്, അവർക്ക് എനർജി ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും അവർക്ക് വരില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് ഉറക്കം വരാനുള്ള സാധ്യതയുള്ളത്. അവർക്കാണ് ഭക്ഷണം കുറയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ സംഘടിപ്പിക്കുന്ന ആൾക്കാർ ശ്രോതാക്കൾക്ക് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വക്താക്കളെയും കുറച്ച് ഇതാക്കണ്ട, അവർക്ക് പണിയാവും. പിന്നെ ചിലപ്പോൾ 3 ദിവസം കഴിയുമ്പോഴേക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വയ്യാന്ന് പറയും അവർ. അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കുക. അവർക്കും ഏതാണോ അവരുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് പോകുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഓരോ ആചാര്യന്മാരും അവരുടെ വ്രതങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള രോഗങ്ങളുണ്ടാവും, ഷുഗറുകാരും പ്രഷറുകാരും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ വേണ്ട രീതിയിൽ ഉപചരിക്കണം. ഷുഗറുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് ദിവസവും പായസമൊന്നും വെച്ച് കൊടുക്കണ്ട. സിമ്പിളായിട്ടുള്ള ഷുഗർ ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് സാലഡുകളും അതുപോലെയുള്ള ഭക്ഷണമൊക്കെ സൽക്കരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഗോതമ്പ് കൊണ്ടുള്ളതോ ഒക്കെ, വൈകുന്നേരമൊക്കെ ഗോതമ്പ് കൊണ്ടുള്ളത്, ഉച്ചയ്ക്കും പായസമൊന്നും വേണ്ട. സാലഡുകളൊക്കെ കൊടുക്കാം. രാവിലെ റവ ഉപ്പുമാവ് കൊടുക്കരുത്. മിക്കവാറും സപ്താഹ വേദികളിൽ രാവിലത്തെ ഭക്ഷണം എന്താ ചോദിച്ചാൽ റവ ഉപ്പുമാവാണ് എളുപ്പത്തിന്. അത് ശ്രോതാക്കളിലും ഇഷ്ടം പോലെ ഷുഗറുകാരുണ്ടാവും. മാത്രമല്ല റവ ഉപ്പുമാവ് കഴിച്ചാൽ വയർ അസ്വസ്ഥമാവും പലർക്കും. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കണം. സപ്താഹത്തിൽ എളുപ്പപ്പണി രാവിലെ എഴുന്നേറ്റ് കുറേ റവ കണ്ടി വയ്ക്കുക എന്നുള്ളതാണ്. അതെല്ലായിടത്തും പതിവാക്കിയിട്ടുണ്ട്. അത് മാറ്റണം. ഇഡലിയും വേണമെന്നില്ല. ഇഡലി എളുപ്പപ്പണിയാണ്, പക്ഷെ ഇഡലിയിൽ ഉഴുന്നുണ്ട്. ഉഴുന്നുള്ളത് കൊണ്ട് ഉറക്കം വരും. അപ്പം അതല്ലാത്ത വേറെ പലതും നോക്കാവുന്നതാണ് രാവിലെ. ഇഡലിയും റവ ഉപ്പുമാവും ഒഴിവാക്കിക്കൊണ്ട്. പക്ഷെ ഇഡലി എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കാനും സുഖമാണ്, എളുപ്പമാണ്, ടേസ്റ്റാണ്, ഉണ്ടാക്കുന്നവർക്കും എളുപ്പമാണ്, എല്ലാ സൗകര്യമാണ്. പക്ഷെ അതിൽ ഉഴുന്ന് കൂടുതലായതുകൊണ്ട് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സുഗാവഹ ഹവിഷ്യാന്യേന കർത്തവ്യോ ഏകവാരം കഥാർത്തിനാം ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേത് ശൃണുയാത് തദാ ഘൃതപാനം പയഃപാനം കൃത്വാ വൈ ശൃണുയാത് സുഖം. ഇവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഉപോഷ്യ സപ്തരാത്രം. സപ്തരാത്രം 7 ദിവസവും ഉപവാസം ചെയ്തുകൊണ്ട് ശക്തി ചേത് ശൃണുയാത് തഥാ. ശക്തി ഉള്ളവര്, ആരോഗ്യമുള്ളവര് 7 ദിവസം പട്ടിണി കിടന്നാലും കഥ കേൾക്കുന്നതിൽ യാതൊരു ബാധയും ഉണ്ടാവില്ല, ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ പണ്ടത്തെ ആൾക്കാരുണ്ടായിരുന്നു, ഇന്നൊന്നും അങ്ങനെയുള്ളവർ കുറവാണ്. അപ്പം 7 ദിവസവും ഉപവാസം അനുഷ്ഠിച്ച് കേൾക്കാൻ പറ്റുന്നവര് ശൃണുയാത്. ഇത് കേൾക്കാനുള്ളവർക്കാണ് കേട്ടോ, പറയാനുള്ളവർക്കല്ല. ശക്തിശ്ചേത് ശൃണുയാത് തഥാ. അല്ലെങ്കിലോ കൂട്ടത്തില് ഉപവാസം എന്നുള്ളതിന് ഒരു ചെറിയ ലഘു പാനീയങ്ങളെ കൊണ്ട് ഘൃതപാനം പയഃപാനം കൃത്വാ വൈ ശൃണുയാത് സുഖം. നെയ്യ് കുടിച്ചിട്ടോ പാല് കുടിച്ചിട്ടോ സുഖമായിട്ട് ശ്രവണം ചെയ്യാവുന്നതാണ്. അപ്പൊ നെയ്യോ പാലോ കുടിക്കുന്നതിന് വിരോധമില്ല ഈ ഉപവാസം ചെയ്യുന്നവർക്ക്. അത് ഉപവാസ ഭംഗം അല്ല എന്നാ പറയുന്നത്, പാലാണെങ്കിലും നെയ്യാണെങ്കിലും. ഇനി ബലാഹാരേണ വാ ശ്രാവ്യം ഏകഭക്തേന വാ പുനഃ സുഖസാധ്യം ഭവേയത്തു കർത്തവ്യം ശ്രവണായ തത്. ബലാഹാരേണ വാ ശ്രാവ്യം. ബലാഹാരം, പഴങ്ങള് കഴിക്കാം. ആ പഴങ്ങൾ കഴിച്ചുകൊണ്ട് കേൾക്കാം. ഏകഭക്തേന വാ പുനഃ. ഒരു നേരം ഭക്തം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഊണ് കഴിക്കലാണ്. അരി ആഹാരം, അന്നം. ഏകഭക്തേന വാ പുനഃ. ഒരു നേരം ഭക്ഷണം കഴിക്കാം. ഒരു നേരം അരി ആഹാരമൊക്കെ കഴിച്ച് അന്നം കഴിച്ചിട്ടും പഴങ്ങൾ കഴിച്ചിട്ടും
എങ്ങനെയാണോ സുഖസാധ്യം ഭവേത് യത്തു, യഥത്തു സുഖസാധ്യം ഭവേത്, ഏതായിരിക്കും കംഫർട്ടബിൾ അത് ശ്രവണായ തത് കർത്തവ്യം, ശ്രവണത്തിനായിക്കൊണ്ട് അത് ചെയ്യേണ്ടതാണ്. അപ്പൊ ശ്രവണമാണ് മുഖ്യം. ശ്രവണത്തിന് തടസ്സം വരാത്ത രീതിയിലുള്ള ഭക്ഷണ രീതികളാവട്ടെ, അതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണം, അസ്വസ്ഥതകളില്ലാത്ത ഭക്ഷണം. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭോജനം തു വരം മന്യേ കഥാ ശ്രവണകാരകം നോപവാസോ വരഃ പ്രോക്തഃ കഥാ വിഘ്നകരോ യദി. വ്യക്തമാക്കിയിട്ടുണ്ട്, സംശയമേ വേണ്ട. ഭോജനം തു വരം മന്യേ കഥാ ശ്രവണകാരകം. ഉപവാസം കഴിച്ചാൽ വയ്യാതെയാവും, കഥാശ്രവണത്തിന് എനർജി ഉണ്ടാവില്ല, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, കാത് കേൾക്കുന്നില്ല എന്നുള്ള അവസ്ഥയാവരുത്. അതാണ് ഭോജനം തു വരം മന്യേ, ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം. കഥാശ്രവണകാരകം, അതാണ് കഥാശ്രവണത്തിന് സ്യൂട്ടബിൾ ആയത്, ഉചിതമായത്. ഭോജനം തന്നെയാണ് ശ്രേഷ്ഠം എന്നാണ് ഇവിടെ ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ സനകാദികൾ പറയുന്നത്. അവര് പോലും ഇങ്ങനെ പറഞ്ഞു ആ കാലത്തെ. ഭോജനം തു വരം മന്യേ കഥാശ്രവണകാരകം ന ഉപവാസോ വരഃ പ്രോക്തഃ കഥാ വിഘ്നകരോ യതി. കഥയ്ക്ക് വിഘ്നമുണ്ടാക്കുന്നതാണെങ്കിൽ ഉപവാസം ശ്രേഷ്ഠമല്ല, ഉപവാസം നിർബന്ധവുമില്ല. അത് കഥയ്ക്ക് തടസ്സമാണെങ്കിൽ ഉപവാസം ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ചിലർക്കുള്ള ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരാണോ എന്തിനു പറ്റിയ ആൾക്കാരാണോ അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇവിടെ കഥ കേൾക്കാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള സ്വസ്ഥതയാണ് നമുക്ക് മുഖ്യം. നല്ല ചുറുചുറുക്കോടെ ഇരുന്ന് കേൾക്കാൻ പറ്റണം, ചെവി നല്ല ആക്റ്റീവായിരിക്കണം, കണ്ണ് നല്ല ആക്റ്റീവായിരിക്കണം. അത് ക്ഷീണം കൊണ്ട് മൂടിപ്പോകാനോ കാത് കേൾക്കാതിരിക്കാനോ പാടില്ല. അപ്പോൾ ആ ഒരു ഉന്മേഷം എപ്പോഴും നിലനിർത്തണം, ജാഗ്രത നിലനിർത്തണം, ബുദ്ധിയുടെ സാമർഥ്യം നിലനിർത്തണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം. ശ്രവണത്തിനൊപ്പം മനനം നടക്കണമെങ്കിൽ ബുദ്ധിക്ക് എനർജി വേണം. എനർജി ഭക്ഷണം കഴിച്ചാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, അതാണ് നല്ലത് എന്നാണ് അവസാനം അഭിപ്രായം പറഞ്ഞ്. ഭോജനം തു വരം മന്യേ കഥാ ശ്രവണകാരകം നോപവാസോ വരഃ പ്രോക്തഃ കഥാ വിഘ്നകരോ യതി. കഥയ്ക്ക് വിഘ്നമുണ്ടാക്കുന്നതാണെങ്കിൽ ഉപവാസമൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ സദ്യവട്ടങ്ങളൊന്നും വേണ്ട, ലഘുഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതാണ് ഉത്തമം. സാത്വിക ഭക്ഷണം, ലഘുഭക്ഷണം, അതാണ് നമ്മൾ സപ്താഹങ്ങൾക്ക് ഒരുക്കേണ്ടത്. ഇപ്പൊ ചില സപ്താഹങ്ങൾക്കൊക്കെ ഓരോ ദിവസം ഓരോ രീതിയിൽ റൈസുകൾ ഉണ്ടാക്കും. ഒരു ദിവസം ലെമൺ റൈസ്, ഒരു ദിവസം സാമ്പാർ റൈസ്, ഒരു ദിവസം തക്കാളി റൈസ്, ഒരു ദിവസം പുളിയോദരൈ, ഒരു ദിവസം കേർഡ് റൈസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏർപ്പാട് ചെയ്യാവുന്നതാണ്. ഇനി കേർഡ് റൈസൊക്കെ അധികം കഴിച്ചാൽ ഉറക്കം വരും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് ആയിരിക്കണം. കേർഡ് റൈസ് എന്ന് പറഞ്ഞതിനും അധികം കഴിച്ചാലൊക്കെ ഉറക്കം വരുന്ന സാധനമാണ്. അപ്പോൾ ആ ജാഗ്രത നിലനിർത്താൻ പാകത്തിനുള്ള ഭക്ഷണങ്ങൾ, സാത്വിക ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. സദ്യവട്ടങ്ങളും പായസവും ഒന്നും വേണ്ട. വേണമെങ്കിൽ ഭഗവാന് നേദിച്ച പായസം ഓരോ തുള്ളി പ്രസാദമായിട്ട് നിത്യവും കൊടുക്കാം. രുക്മിണി സ്വയംവരം ദിവസം ഒരു പായസത്തോടുകൂടി, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ദിവസം ഒരു പാൽപ്പായസം, ഏതെങ്കിലും ഒന്ന് മതി, ധാരാളമായി. സപ്താഹത്തിന് ചെലവും കുറയും. ആളുകൾ നമ്മുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നമ്മൾ സപ്താഹം നടത്തുമ്പോൾ എങ്ങനെ സദ്യ ഇല്ലാതെ മോശമല്ലേ എന്ന് വിചാരിക്കരുത്, ദോഷമാണെന്ന് വിചാരിക്കുക. സദ്യ വെച്ച് ചെയ്യുന്നത് മോശമാണ്, ദോഷമാണ്, ശാസ്ത്രം പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് കരുതുക. ഉറപ്പുണ്ടാവുക ആ കാര്യത്തിൽ. അപ്പോഴേ നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രം വരുന്ന ആ സമയത്ത് ഈ വെപ്പും തീനുമൊക്കെ കൂടുതൽ സമയം പോവുകയും ചെയ്യും.
ഇവർക്ക് വെച്ച് വിളമ്പിക്കൊണ്ട് സമയം കുറേ പോവും. മാത്രമല്ല ഈ ഊണ് കഴിക്കാൻ വരുന്നവർ സാമർത്ഥ്യം കാട്ടിയിട്ട് ആദ്യം കയറി തിരക്കിയിരുന്ന് ഈ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് അവസാനമാവും ചിലപ്പോൾ കിട്ടുക. അവർക്ക് വയ്യാതെയാവും, അവർക്ക് ഇവരോടൊന്നും മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വ്യവസ്ഥകൾ ഉണ്ടാക്കണം. നമ്മൾ സപ്താഹമൊക്കെ നടത്തുമ്പോൾ ഒരു 10:30-11 മണി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കരുത്. രാവിലത്തെ 11 മണിക്ക് ഗേറ്റുകളൊക്കെ അടയ്ക്കണം. ക്ഷേത്രത്തിലോ പൊതുസ്ഥലത്തോ ഒക്കെയാണ് വെച്ച് നടത്തണമെങ്കിൽ സപ്താഹം കേൾക്കാൻ വരുന്നവരാണെങ്കിൽ അതിന് മുമ്പേ വന്നോളണം. 11 മണി കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ്. അതുമാത്രമല്ല രാവിലെ വരുന്നവർക്ക് ടോക്കൺ പ്രയോറിറ്റി ബേസിൽ കളേർഡ് ആയിട്ടുള്ള ടോക്കൺ കൊടുക്കണം. ആരാണോ ആദ്യം വന്നവർ അവർക്ക് ആദ്യത്തെ പന്തിയിലിരിക്കാനുള്ള വ്യവസ്ഥ. ഒരു പന്തിയിൽ 50 പേർക്ക് ഇരിക്കാവുന്ന പന്തിയാണെങ്കിൽ 50 ടോക്കൺ വീതം വിവിധ കളറുകളിൽ അടിച്ചു വെക്കണം. എന്നിട്ട് പച്ച ടോക്കൺ ആദ്യത്തെ 50 പേർക്ക്, ഓറഞ്ച് ടോക്കൺ രണ്ടാമത്തെ 50 പേർക്ക്, നീല ടോക്കൺ മൂന്നാമത്തെ 50 പേർക്ക്. അപ്പോൾ അത് പറഞ്ഞ് പച്ച ടോക്കണുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുകളൊക്കെ വരും. ഓറഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഓറഞ്ചുകാരൊക്കെ വരും. മറ്റവരെ പ്രവേശിപ്പിക്കരുത്. അങ്ങനെയൊക്കെ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചാൽ സപ്താഹം എത്ര തിരക്കുണ്ടെങ്കിലും കംഫർട്ടബിളായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ വ്യവസ്ഥകൾ സംഘാടകരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം. നമ്മളും സംഘാടകരുടെ കൂട്ടത്തിൽ കൂടി അതിനൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. കാരണം അവരൊന്നും ഈ വിവരമൊന്നും ഉണ്ടാവില്ല. വിഡ്ഢികൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ആ പ്രാന്തന്മാർക്ക് സപ്താഹത്തിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അവരാണിതൊക്കെ വന്ന് കുളമാക്കുക. അവരുടെ ഭരണം കാണിക്കാൻ വേണ്ടി, അധികാരം കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചിട്ട് സപ്താഹം കേൾക്കുന്നവർക്ക് മൊത്തം ഉപദ്രവമായിരിക്കും. നാട്ടുകാർ മുഴുവൻ വന്ന്, ഉണ്ണാൻ വന്നവർ മുഴുവൻ വന്ന് നിറങ്ങിയിട്ട് പോവും. അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ട് പോവും. അപ്പോൾ സപ്താഹവേദി എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതാത് ദേശത്തുള്ള ആളുകൾക്ക്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കണം. ഇവിടെ ഭാഗവത ശ്രവണത്തിനാണ് പ്രാധാന്യം. അന്നദാനം കൊടുക്കണം നമുക്ക് സപ്താഹം കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാം. ഒരാഴ്ചത്തെ സപ്താഹം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇവിടെ അന്നദാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നദാനം കൊടുക്കാം. നമുക്കത് വേറെ കൊടുക്കാം. ഇത് അന്നദാന യജ്ഞമല്ല, ഇത് ജ്ഞാനയജ്ഞമാണ് എന്ന് പ്രത്യേകം പറയണം. അന്നദാന യജ്ഞം നമുക്ക് സപ്താഹം കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് നടത്താം. എത്ര വേണമെങ്കിൽ കൊടുക്കാൻ, ഞങ്ങളും ഉണ്ടാവും കൂടെ എന്ന് പറയാം നമുക്ക്. അത് സപ്താഹ യജ്ഞത്തെ അന്നദാന യജ്ഞമാക്കി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ തെക്കൻ കേരളത്തിൽ മുഴുവൻ ഇതേ ഉള്ളൂ. തെക്കൻ കേരളം സപ്താഹ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് അരിയൊക്കെ കൊണ്ടുവന്ന് തള്ളും. ഓരോരുത്തർ പച്ചക്കറി ഒരു കൂട്ടർ കൊണ്ടുവന്ന് തള്ളും. സപ്താഹം കേൾക്കാൻ 100 ആൾ തികച്ചുണ്ടാവില്ല. ഉണ്ണാൻ 10,000 ആളുണ്ടാവും. അതാണ് അവിടുത്തെ പതിവ്. ഞാനൊക്കെ ധാരാളം പോയിട്ട് മടുത്തിട്ട് പോകാറേ ഇല്ല. ഇപ്പോൾ വിളിച്ചാലും ഇല്ല എന്ന് പറയും. കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലൊക്കെ പോയാൽ മടുക്കും നമുക്ക്. ഒരു ശ്രദ്ധയില്ലാത്ത ആൾക്കാരാണ്. ഒരു 50 പേര് കേൾക്കാനുണ്ടെങ്കിൽ 5000 പേര് ഉണ്ണാനുണ്ടാവും. 100 പേര് കേൾക്കാനുണ്ടെങ്കിൽ 10,000 പേര് ഉണ്ണാനുണ്ടാവും. അവിടെ അന്നദാന മഹോത്സവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളും സംഘാടകരുടെ കൂടെ കമ്മിറ്റിയിൽ കൂടിയിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കണം. ബാധ്യതയുണ്ട് നമുക്കൊക്കെ. കാരണം അവർക്കൊന്നും ഇതൊന്നും അറിയില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ചിന്തിക്കില്ല അവരൊന്നും. അവരുടെ സൗകര്യം പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ശരി. ഭോജനം തു വരം മന്യേ കഥാ ശ്രവണകാരകം നോപവാസോ വരഃ പ്രോക്തഃ കഥാ വിഘ്നകരോ യതി സപ്താഹവ്രതിനാം പുംസാം നിയമാൻ ശൃണു നാരദ വിഷ്ണുദീക്ഷാവിഹീനാനാം നാധികാര കഥാശ്രവേ. സപ്താഹവ്രതിനാം പുംസാം നിയമാൻ ശൃണു നാരദ. അല്ലയോ നാരദ, സപ്താഹങ്ങൾ കേൾക്കുന്നവർക്ക്, ആ വ്രതം ഉള്ളവർക്ക് അതെ നിയമങ്ങൾ കേട്ടാലും. എന്തൊക്കെ നിയമങ്ങളാണ് വേണ്ടത്? വിഷ്ണുദീക്ഷാവിഹീനാനാം കഥാശ്രവേന അധികാര. വിഷ്ണുദീക്ഷ എന്ന് പറഞ്ഞാൽ
വൈഷ്ണവമായിട്ടുള്ള ഭക്തിയും അവർ പറയുന്ന ആ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആളുകൾക്ക് കഥാശ്രവണത്തിന് അധികാരമില്ല എന്ന് പറയണം. വിഷ്ണു ദീക്ഷ എന്ന് പറയുന്നത് നാരദ പഞ്ചരാത്രം മുതലായ ശാസ്ത്രങ്ങളിൽ വിഷ്ണു ദീക്ഷ എന്താണെന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കഥാശ്രവത്തിൽ അർഹത എന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. ബ്രഹ്മചര്യം അധസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാ സമാപ്തൗ ഭുക്തിം ച കുര്യാൻ നിത്യം കഥാവ്രതി. ബ്രഹ്മചര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതെ. സ്ത്രീ സംയോഗാദികളെ ഉപേക്ഷിക്കുക, പുരുഷനാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷ സംയോഗാദികളെ ഉപേക്ഷിക്കുക. ഈ ഒരാഴ്ചക്കെങ്കിലും ഈ സപ്താഹ വ്രതം 7 ദിവസം ഈ ലൗകിക കാര്യങ്ങൾ, ദാമ്പത്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക, അതിലൊന്നും മനസ്സ് വയ്ക്കാതിരിക്കുക. 7 ദിവസം വ്രതമാണെന്ന് പറയുക, എന്നിട്ട് മാറി നിൽക്കുക. അത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരേപോലെ ബ്രഹ്മചര്യ വ്രതം എടുക്കുക ഈ ഒരാഴ്ച. അധസുപ്തി എന്നുള്ളത് നിലത്ത് കിടക്കുക എന്നാണ്. കംഫർട്ടബിളായിട്ട് മെത്തകളിൽ കിടക്കുന്നതിന് പകരം ഒരു താഴെ നിലത്ത് കിടന്ന് ശീലിക്കുക. ചാണകം മെഴുകിയ തറയിൽ എന്തെങ്കിലും പായോ വിരിപ്പോ വിരിച്ച് കിടന്ന് ശീലിക്കുക. അധസുപ്തി, നിലത്ത് ശയിക്കുക. പത്രാവല്യാം ച ഭോജനം, ഇലയിൽ ഊണ് കഴിക്കുക എന്നുള്ളതാണ്. പത്രാവലി എന്ന് പറഞ്ഞാൽ ഇല, നിത്യവും ഇലയിൽ ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ എച്ചിലാവില്ലല്ലോ. വേറൊരാൾ കഴിച്ച് കഴുകി വെച്ച മുഴുവൻ കഴുകാത്ത പ്ലേറ്റൊന്നും ആയിരിക്കില്ല. ഇലയിലാവുമ്പോൾ തുടച്ച് കഴുകിയിട്ട് അതിൽ കഴിക്കുക. പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തൗ ഭുക്തിം ച കുര്യാത് നിത്യം കഥാവ്രതി. കഥാസമാപ്തിയിൽ കഥ പറഞ്ഞതിന് ശേഷം, കഥ കേട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്ന്. അത് വൈകുന്നേരത്തെ കാര്യം അങ്ങനെ. വൈകുന്നേരം കഥ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക. ഇത് വ്യവസ്ഥ വയ്ക്കുക. ദ്വിദളം മധു തൈലം ച ഗരിഷ്ഠാന്നം തദൈവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാം നിത്യം കഥാവ്രതി. ജഹ്യാത് എന്ന് പറഞ്ഞാൽ ത്യജിക്കേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ് കഥാവ്രതി. കഥാവ്രതം ഉള്ള ആള്, കഥ കേൾക്കാൻ താല്പര്യമുള്ള ആള്. എന്തൊക്കെയാണ്? ദ്വിദളം എന്ന് പറഞ്ഞാൽ 2ആയിട്ട് പിരിയുന്ന സാധനം, ധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ദ്വിദളം എന്ന് പറയുന്നത് ഉഴുന്നിനെയാണ്. മാംസ്യം എന്ന് പറയുന്ന ആ ഉഴുന്ന്, അത് തമോ ഗുണപ്രധാനമാണ്, ഉറക്കം വരുന്നതാണ്, ഫാറ്റാണ്, രക്ത ഓട്ടം കുറയ്ക്കുന്നതാണ്. അതാണ് ഉഴുന്നിൻ്റെ കുഴപ്പം. അത് ഈ രക്തധമനികളെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സാധനമാണ് കൊഴുപ്പ് കൊണ്ട്. അതാണ് രക്ത ഓട്ടം കുറയുന്നത്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടും, ഉറക്കം വരും. അതൊക്കെയാണ് ഉഴുന്നിൻ്റെ. അപ്പോൾ ദ്വിദളം, ഉഴുന്നുകൊണ്ടുള്ള ഇഡലി ദോശയൊക്കെ പരമാവധി കുറയ്ക്കുക. മധു എന്ന് പറഞ്ഞാൽ തേന്, തൈലം, നല്ലെണ്ണ മുതലായതും. ഗരിഷ്ഠാന്നം എന്ന് പറഞ്ഞാൽ ഘനമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഹെവി ഫുഡ്, ശർക്കര ചേർത്തുണ്ടാക്കിയ ഗുരുത്വമുള്ളതായിട്ടുള്ള ഭക്ഷണമൊക്കെ. തദൈവച്ച ഭാവദുഷ്ടം, ദുഷ്ടമനസ്സ് ഉള്ളവരുണ്ടാക്കിയതോ കൊടുക്കുന്നതോ. ഭാവദുഷ്ടം, ഭാവന കൊണ്ട് ദുഷിച്ചത്, എന്താ പറയുക, നമ്മളെ ചീത്ത പറഞ്ഞു തരുന്നത്. പര്യുഷിതം എന്ന് പറഞ്ഞാൽ 1 ദിവസം കഴിഞ്ഞത്, പഴകിയ ഭക്ഷണം. പരിവസിതം എന്നാണ്, 1 ദിവസം കഴിഞ്ഞ് വസിച്ചത്. അപ്പോൾ തലേനാൾ ഭജിച്ചത്, പഴങ്കഞ്ഞിയും വെള്ളച്ചോറൊന്നും കഴിക്കാതിരിക്കുക, ഫ്രിഡ്ജിൽ വെച്ചതൊന്നും കഴിക്കാതിരിക്കുക. അതൊക്കെയാണ് ഇത് കഥാവ്രതത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ പരിപ്പ് വർഗ്ഗങ്ങൾ പരമാവധി കുറയ്ക്കുക. അതിൽ പ്രത്യേകിച്ച് ഉഴുന്ന് കുറയ്ക്കുക. ഉഴുന്ന്, ചെറുപയറൊക്കെയാണ് കൂടുതൽ തമസ് ഉള്ളത്, അത് കുറയ്ക്കുക. ഗൗരവമേറിയ ഹെവി ആയിട്ടുള്ള പൊറോട്ടയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക. ഗരിഷ്ഠാന്നം തഥൈവച്ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാത്. പിന്നെ ഒരു 3 ശ്ലോകം നിങ്ങളുടെ പുസ്തകങ്ങളിൽ ചിലതിലില്ലാത്തത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, വൃന്ദാകം കലഞ്ചം ദഗ്ധമന്നം മസൂരിക നിഷ്പാവാദ്യം ആമിഷം ചൈവ വർജയേദ്യ കഥാവ്രതി.
വൃന്ദാകം എന്ന് പറഞ്ഞാൽ വഴുതിനിങ്ങ, ബ്രിഞ്ചാൾ, വഴുതിനിങ്ങ. കലഞ്ചം എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് പോലെയുള്ള ബോധം ഇതാക്കുന്ന സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ. ദഗ്ധം അന്നം, കരിഞ്ഞതായിട്ടുള്ള ഭക്ഷണം. മസൂരിക എന്ന് പറഞ്ഞാൽ കൈപ്പയ്ക്കയുടെ പേരാണ്. അപ്പോൾ കൈപ്പയ്ക്ക. നിഷ്പാവ എന്ന് പറഞ്ഞാൽ അവരയ്ക്ക. അതുപോലെ ആമിഷം എന്ന് പറഞ്ഞാൽ മാംസം. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. ഇതിൽ നമുക്ക് ഒഴിവാക്കാവുന്നത് കഞ്ചാവ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ലഹരികൾ ഒഴിവാക്കാം, കരിഞ്ഞതൊക്കെ ഒഴിവാക്കാം. കൈപ്പയ്ക്ക ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കൈപ്പയ്ക്കയും വഴുതനങ്ങയും അവരയ്ക്കയും ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പാചകം ചെയ്യേണ്ടി വരും. നമ്മൾ സ്വയം പാചകം ചെയ്യേണ്ടി വരും. ഒരു സമൂഹത്തിൽ ഒന്നിച്ച് പാചകം ചെയ്യുമ്പോൾ വല്ല ക്ഷേത്രത്തിലൊക്കെ പോയാൽ അവിടെ കിട്ടുന്നത് കഴിക്കുക എന്നേ നിവൃത്തിയുള്ളൂ. അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കഴിക്കുക ഒന്നിച്ചൊക്കെ ആവുമ്പോൾ. അപ്പോൾ വഴുതനങ്ങയും അവരയ്ക്കയും കൈപ്പയ്ക്കയും പരമാവധി ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക, നമ്മളാണ് പാചകം ചെയ്യുന്നതെങ്കിൽ. മാംസം എന്തായാലും ഒഴിവാക്കാം നമുക്ക്, അത് തീർച്ചയായിട്ടും. അതല്ലെങ്കിലും നമ്മൾ കഴിക്കാറില്ലല്ലോ. അതുപോലെ പലാണ്ടും ലശുനം ഹിംഗു മൂലകം ഗൃഞ്ചനം തഥാ നാളികാമൂല കൂഷ്മാണ്ഡം നൈവ അദ്യാത് യഹ് കഥാവ്രതി. യഹ് കഥാവ്രതി, ആരാണോ കഥാവ്രതി, നൈവ അദ്യാത്. അദ്യാത് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ്. നൈവ അദ്യാത് ഭക്ഷിക്കരുത് എന്നുള്ളൊരു ഓർഡറാണ്. ഏതൊക്കെയാണ്? പലാണ്ടു എന്ന് പറഞ്ഞാൽ ഗാർലിക്, വെളുത്തുള്ളി. ലശുനം എന്ന് പറഞ്ഞാൽ ചുവന്ന ഉള്ളി. അപ്പോൾ വെളുത്തുള്ളി, ചുവന്നുള്ളി. ഹിംഗു എന്ന് പറഞ്ഞാൽ കായം. മൂലകം എന്ന് പറഞ്ഞാൽ മുള്ളങ്കി. ഗൃഞ്ചനം എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ. അതുപോലെ നാളികാമൂലം എന്ന് പറഞ്ഞാൽ താമരവളയം. കൂഷ്മാണ്ഡം, കുമ്പളങ്ങ. ഇതൊക്കെ വർജിക്കേണ്ടതാണെന്ന്. നടക്കുമോ? വെളുത്തുള്ളി, ചുവന്നുള്ളി ഒഴിവാക്കാം. കായൊക്കെ നല്ലോണം കൂട്ടും സാമ്പാറിലും രസത്തിലും ഒക്കെ, അല്ലേ? അത് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മളായിട്ട് ഉണ്ടാക്കണം. അതുപോലെ മുള്ളങ്കി, മുരിങ്ങക്കായ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കിക്കോളൂ. താമരവളയം പിന്നെ സാധാരണ ഉപയോഗിക്കുന്നതല്ല. കുമ്പളങ്ങ ഒഴിവാക്കാൻ പറ്റാറില്ല, സാധാരണ എല്ലായിടത്തും ഉണ്ടാവും. സാമ്പാറും അവിയലും എന്ന് പറഞ്ഞ മാതിരി പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്നാണ് പറയുക. അപ്പോൾ അവസാനം ഒഴിവാക്കി നോക്കിയപ്പോൾ ഒന്നും കാണില്ല. എന്താ കഴിക്കേണ്ടതെന്നായി പിന്നെ അവസാനം. അപ്പൊ ദ്വിപാചിതം സൂതകാന്നം ലവണം തഥാ മത്സ്യമാംസം അജാദുഗ്ധം പല്വലോദം ച വർജയേത്. ഇതും വർജിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? ദ്വിപാചിതം 2 പ്രാവശ്യം പാചകം ചെയ്തത്. ഒരിക്കൽ പാചകം ചെയ്ത് പിന്നെയും അത് ചൂടാക്കിയത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും കഴിക്കാൻ പറ്റില്ല. അതുപോലെ സൂതകാന്നം എന്ന് പറഞ്ഞാൽ ഈ പുലാ മുതലായവർ ഉണ്ടാക്കിയതോ അവരുടെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നതോ ആയിട്ടുള്ള വസ്തുക്കളാണ് സൂതകാന്നം. സൂതീഗൃഹത്തിൽ നിന്ന്, പ്രസവിച്ച വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാധനം. പുതിയ പ്രസവം നടന്ന ആ ഗൃഹങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് സൂതകാന്നം. ലവണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പ്, ഒന്ന് ഇന്ദുപ്പ്. അതുപോലെ മത്സ്യം, മാംസം, അജാദുഗ്ധം. മത്സ്യവും മാംസവും ആട്ടിൻ പാലും. അജാദുഗ്ധം ആട്ടിന്റെ പാല്, ഇതൊക്കെ. അതുപോലെ പല്വലോദം എന്ന് പറഞ്ഞാൽ ചെറിയ ജലാശയങ്ങളിലെ വെള്ളം, ചെറിയ തടാകങ്ങൾ, അതുപോലെയുള്ള ചെറിയ ജലാശയങ്ങളിലെ ജലം, അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയണത്. നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടായിരിക്കും ആ 3 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ നിന്ന് ഒഴിവായി പോയിരിക്കുന്നത്. അത് ചിലപ്പോൾ പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്തതും ആയിരിക്കാം. അതുകൊണ്ട് ഒറിജിനലിൽ ഇല്ലാതിരിക്കാം. അതാണ് ഗീതാ പ്രസ്സിലും ഇല്ല, ഗുരുവായൂർ ദേവസ്ഥയിലും ഇല്ല. ആ ഇല്ലാത്തതാണ് ഈ 3 ശ്ലോകങ്ങൾ. ഇതിൽ 47, 48, 49 ഉള്ളത്. അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. അതില്ലാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ലോ, വെറുതെ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ ആളുകളെ. ഉള്ള ഭാഗവതം കേൾക്കുന്നത് കൂടി ഇല്ലാതെയാവും. പിന്നെ അയ്യോ, ഞാനിന്ന് വഴുതിനിങ്ങ കഴിച്ചു, അതുകൊണ്ട് എനിക്കിന്ന് ഭാഗവതം കേൾക്കാൻ പാടില്ല. ഇന്ന് ഞാൻ മുരിങ്ങക്കായ സാമ്പാർ കഴിച്ചു, അതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ പാടില്ല. ഇന്ന് കൈപ്പയ്ക്ക കഴിച്ചു എന്ന് പറഞ്ഞു തരും ആൾക്കാർ. ഭാഗവതം കഴിക്കുമ്പോഴേ കൈപ്പയ്ക്ക കഴിക്കാൻ പാടില്ല അത്രേ.
ഗീതാ പ്രസ്സിലുണ്ടോ? ഉണ്ട് അല്ലേ? ശരി, അപ്പം നല്ലത്. അപ്പം എന്തായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭാഗവതം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ചില ആളുകൾ അങ്ങനെയാണല്ലോ. ഇന്ന് ഞാൻ മുട്ട കൂട്ടി, അതുകൊണ്ട് ഞാൻ സത്സംഗത്തിനില്ല, അമ്പലത്തിലേക്കില്ല. മീൻ കൂട്ടി, അതുകൊണ്ട് അമ്പലത്തിലേക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണേ. അപ്പം അതുപോലെ ഇത് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണ്ട. ഭാഗവത മാഹാത്മ്യത്തിൽ വഴുതിനിങ്ങ കഴിക്കരുത്, വെണ്ടയ്ക്ക കഴിക്കരുത്, മുരിങ്ങക്കായ കഴിക്കരുത് എന്നൊക്കെ ഉള്ളതിന് കൂടുതൽ പരസ്യം കൊടുത്താൽ എന്താവും? ആരും ഉണ്ടാവില്ല അവസാനം കേൾക്കാൻ. അവസാനം ഭാഗവത സപ്താഹം നടക്കാതെയാവും. അതുകൊണ്ട് ഇതൊന്നും അധികം ഈ കാലത്ത് പരസ്യം കൊടുക്കേണ്ട കാര്യങ്ങളില്ല. പരമാവധി സാത്വികമായിട്ട് നമുക്ക് നടത്താം, പ്രാക്ടിക്കലാവാം. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ച ദംഭം മോഹം തഥാ ദ്വേഷം ദൂരയേച്ച കഥാവ്രതി. ഇതൊക്കെ നോക്കണം. ഇതാണ് ചെയ്യേണ്ടത്. കഥാവ്രതി, കഥ കേൾക്കണമെന്നുള്ള വ്രതമുള്ളവര് മനസ്സിൽ നിന്ന് കാമം, ആഗ്രഹങ്ങള്, ക്രോധം, ദേഷ്യം, മതം, അരഗൻസ്, അഹങ്കാരം, മാനം, പ്രൈഡ്, എന്നെപ്പോലെ ആരുമില്ല എന്നുള്ള ഭാവം, മത്സരം, മറ്റുള്ളവരോട് മത്സരം. എന്തിനാ സപ്താഹവേദിയിൽ കസേരയ്ക്ക് വരെ മത്സരമാണ്. ഊണിന് മത്സരം, കേൾക്കാനിരിക്കുമ്പോൾ കസേരയ്ക്ക് വരെ മത്സരം, ഫാനിന് മത്സരം, ഫാനിൻ്റെ ചോട്ടിലിരിക്കാൻ മത്സരം ഉണ്ടാവും. അതൊക്കെ വിടുക. മത്സരം ആരെങ്കിലും ആദ്യം ഇരുന്നാൽ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കുക, നമ്മൾ ഒതുങ്ങിയിരിക്കുക. ലോഭമേവച്ച, ലോഭം, എന്ത് കിട്ടിയാലും മതിയാവായിക. ദംഭം, ബൂസ്റ്റിക്, സ്വയം ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഭാവിക്കുക. മോഹം, തെറ്റിദ്ധാരണകൾ. തഥാ ദ്വേഷം, അതുപോലെ ദ്വേഷം മുതലായ ശത്രുത മുതലായ കാര്യങ്ങളെ ദൂരേക്ക് തള്ളിക്കളയണം. കഥാവ്രതി. അപ്പൊ ഈ ദോഷങ്ങൾ, ഈ അന്ധക്കരണത്തിലുള്ള മാലിന്യങ്ങളെ ഒഴിവാക്കണം. ദേവവൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രതിനാം തഥാ സ്ത്രീരാജമഹതാം നിന്ദാം വർജയേത്യ കഥാവ്രതി. പരദൂഷണം ഒഴിവാക്കണം എന്ന് തന്നെ എടുത്താൽ മതി. എന്താണ് ഇവിടെ? ദേവന്മാരെ, വൈഷ്ണവന്മാരെ, വിപ്രന്മാരെ, ഗുരുക്കന്മാരെ, ഗോവ്രതികൾ എന്ന് പറഞ്ഞാൽ പശുക്കളിൽ ഭക്തിയുള്ള ആളുകൾ, സ്ത്രീകള്, രാജാക്കന്മാര്, മഹാത്മാക്കള്, ഇവരെ നിന്ദിക്കുന്നത് നിന്ദാം വർജയേത് യഹ കഥാവ്രതി. ആരാണോ കഥാവ്രതിയായിരിക്കുന്നവൻ അവൻ ഇവരെയൊക്കെ നിന്ദിക്കുന്നത് വർജിക്കണം. ആരെയും നിന്ദിക്കാതിരുന്നാ പോരെ. അപ്പൊ പിന്നെ ലിസ്റ്റ് നോക്കണ്ട നമുക്ക്. ദേവന്മാര്, വൈഷ്ണവന്മാര്, വിപ്രന്മാര്, ഗുരുക്കള്, ഗോവ്രതികള്, സ്ത്രീ, രാജാക്കന്മാര്, മഹത്തുക്കൾ, ഇവരെ ഒന്നും നിന്ദിക്കരുത് എന്നൊന്നും. അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ നിന്ദിക്കാം എന്നാണോ അർത്ഥം? അല്ലേ അല്ല. അപ്പൊ ആരെയും നിന്ദിക്കരുത് എന്ന് കരുതിയാൽ മതി. അപ്പൊ അധിക്ഷേപങ്ങളില്ലാതെ ശാന്തരായിരിക്കുക. എപ്പോഴും കഥാശ്രവണത്തില് താല്പര്യപൂർവം സാത്വിക ഭാവത്തെ നിലനിർത്തുക. രജസ്വല അന്ത്യജ മ്ലേച്ഛ പതിതവ്രാതകൈസ്തദാ ദ്വിജദ്വിഡ്വേദബാഹ്യൈശ്ച നവദേദ് യഹ കഥാവ്രതി. യഹ കഥാവ്രതി, ആരാണോ കഥാവ്രതമുള്ളവൻ, സപ്താഹത്തിൽ കമ്മിറ്റഡ് ആയിരിക്കുന്നവൻ, അവൻ നവദേദ് എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. ആരോടൊക്കെ സംസാരിക്കരുത്? രജസ്വലകളായിരിക്കുന്ന ആ പീരിയഡിലിരിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാൻ പോണ്ട. അന്ത്യജന്മാരെന്ന് പറഞ്ഞാൽ ചണ്ടാളൻ മുതലായിട്ടുള്ളവര്, മ്ലേച്ഛന്മാര്, മൂഢന്മാര്, പ്രാകൃതന്മാര്, ഗോക്കളെ, ബ്രാഹ്മണരെയൊക്കെ വധിക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് മ്ലേച്ഛന്മാര്. പതിതന്മാരായിട്ടുള്ളവര്, പാപങ്ങൾ ചെയ്ത് പതിതന്മാരായിട്ടുള്ളവര്, നല്ല കുലത്തിൽ ജനിച്ചിട്ടുണ്ടാവും, തെറ്റ് ചെയ്ത് താഴേക്ക് പോയവര്. വ്രാതകന്മാര്, സംസ്കാരഹീനന്മാര്, അങ്ങനെയുള്ളവരോടും. ദ്വിജദ്വിഡ്, ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവര്. വേദബാഹ്യൈശ്ച, വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്ത നാസ്തികന്മാരായിട്ടുള്ള ആളുകൾ, അവരോടൊന്നും സംസാരിക്കാൻ പോണ്ട. എന്നാൽ നമ്മുടെ മനസ്സിന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന, ദോഷബുദ്ധി ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആളുകളോടൊന്നും സംസാരിക്കാൻ പോണ്ട എന്നർത്ഥം.
ശുദ്ധിയും സംസ്കാരവും നല്ല സ്വഭാവമൊന്നുമില്ലാത്ത ദുഷ്ടജനങ്ങളോട് സംസർഗം വേണ്ട സപ്താഹത്തിൻ്റെ ഇടയിൽ. അത് സപ്താഹത്തിൻ്റെ ഇടയിലല്ല, സപ്താഹം കഴിഞ്ഞാലും കഴിയുന്നതും ചുരുക്കേണ്ടതാണ്. സത്യം ശൗചം ദയാ മൗനം ആർജവം വിനയം തദാ ഉദാരമാനസം തദ്വത് ഏവം കുര്യാത് കഥാവ്രതി. കഥാവ്രതി ഏവം കുര്യാത്. കഥയിൽ വ്രതമുള്ളവൻ ഇപ്രകാരം ചെയ്യണം. എന്തൊക്കെയാണ്? സത്യം കുര്യാത്, ശൗചം കുര്യാത്, ദയാം കുര്യാത്, മൗനം കുര്യാത്, ആർജവം കുര്യാത്, വിനയം കുര്യാത്, ഉദാരമാനസം കുര്യാത്. അപ്പൊ സത്യം പറയൂ, സത്യമേ പറയാവൂ. ദേഹശുദ്ധി, മറ്റു കാര്യങ്ങളിലൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കുക, വസ്ത്രമൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കുക, വാക്ശുദ്ധി ഉണ്ടായിരിക്കുക, എല്ലാം ചെയ്യുക. അതുപോലെ ദയ ഉണ്ടായിരിക്കുക, ദുഃഖിതന്മാരുടെ നേരെ, ദീനന്മാരുടെ നേരെ ദയ. മൗനം, പരമാവധി സംസാരിക്കാതിരിക്കുക, അനാവശ്യ സംസാരം ഒഴിവാക്കുക. ആർജവം, നേരെ വാ നേരെ പോ എന്നുള്ള നിഷ്കളങ്കത, സത്യസന്ധത. വിനയം, താഴ്ന്നിരിക്കുക എല്ലാവരുടെ മുമ്പിലും. ഉദാരമാനസം, നല്ല വിശാലമായ ഹൃദയമുണ്ടായിരിക്കുക, മനസ്സിനെ ഉദാരമാക്കുക, എന്തും വിട്ടുകൊടുക്കുന്ന സ്വഭാവം. ഇതൊക്കെ കഥാവ്രതിക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. അപ്പോൾ കഥ കഴിയുമ്പോഴും പിന്നെയും ഇതൊക്കെ തുടരേണ്ടത് തന്നെയാണ്, എപ്പോഴും വേണ്ടത് തന്നെയാണ്. ദരിദ്രശ്ചക്ഷയീ രോഗീ നിർഭാഗ്യഃ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമഃ ശൃണുയാച്ച കഥാമിമാം. ഇനി ആരാണ് ഈ കഥ കേൾക്കേണ്ടത്? ശൃണുയാത് കഥാമിമാം. ഇമാം കഥാം ശൃണുയാത്. ഈ കഥയെ കേൾക്കണം. ആരാ? ദരിദ്രര്. ദരിദ്രര് നല്ലോണം കേൾക്കണം. അവർക്കാണ് വേണ്ടത്. അവർക്ക് ദാരിദ്ര്യം മാറിപ്പോവും ഭഗവാന്റെ കഥ കേട്ടാൽ. ക്ഷയീ, ക്ഷയരോഗമുള്ളവൻ, അവന്റെ രോഗം മാറും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. രോഗി, മറ്റു രോഗങ്ങളുള്ളവര്. അതുപോലെ നിർഭാഗ്യ, എപ്പോഴും ദുരിതങ്ങള് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗ്യമില്ലാത്തവര്, എന്ത് ചെയ്താലും ഫലിക്കാത്തവര്. ഭാഗവതം കേൾക്കൂ, ഫലിക്കും. പാപകർമ്മവാൻ, പല പാപങ്ങളും ചെയ്ത് മനസ്താപമുള്ളവര്. അനപത്യ, സന്തതികളില്ലാത്തവര്. മോക്ഷകാമഃ, മുമുക്ഷു, മോക്ഷേച്ഛയുള്ളവനും. എല്ലാവരും ഈ കഥയെ കേൾക്കേണ്ടതാണ്. അപ്പൊ ഏറ്റവും അവശരായി ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് കൂടുതൽ കേൾക്കേണ്ടത്. കാരണം അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട്, അവരുടെ നഷ്ടങ്ങൾ നികത്താൻ ഉത്തമമാണ് ഭാഗവത ശ്രവണം. അപുഷ്പാകാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭാചയാ നാരി തയാ ശ്രാവ്യാ പ്രയത്നതഃ. സ്ത്രീകൾ പ്രത്യേകമായിട്ട് എടുത്തു പറയണു. ഇന്ന സ്ത്രീകൾ തയാ ശ്രാവ്യ പ്രയത്നതഃ, പ്രയത്നപൂർവം ഇവരാൽ കേൾക്കണമെന്നാണ്. ഏതൊക്കെ സ്ത്രീകള്? അപുഷ്പ. അപുഷ്പ എന്ന് പറഞ്ഞാൽ പുഷ്പിണികളാവാത്തവർ, കുറെ വയസ്സായിട്ടും മെൻസ്ട്രൽ ഈ പീരിയഡ്സ് വരാത്തവര്, പുഷ്പിണികളാവാത്ത, ഋതുമതികളാവാത്ത സ്ത്രീകള്, അവര് കേൾക്കണം. യുവതികളാണെങ്കിലും കേൾക്കണം. ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഋതുമതികളാവുന്നില്ലെങ്കിൽ കേൾക്കുക തന്നെ വേണം. കാകവന്ധ്യ. കാകവന്ധ്യ എന്ന് പറഞ്ഞാല് ഒരിക്കൽ പ്രസവിച്ച് പിന്നെ പ്രസവിക്കാതായവര്. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ ഒരു പ്രസവം പോരാ, അതൊരു വന്ധ്യത്വം പോലെ തന്നെയാണ്. കാകവന്ധ്യ എന്നാണ് അവർക്ക് പേര്. ഒന്ന് പ്രസവിച്ചു പിന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവര്. അതുപോലെ വന്ധ്യ, പ്രസവിച്ചിട്ടേ ഇല്ലാത്തവര്. യാച മൃതാർഭക, കുട്ടികൾ മരിച്ചവര്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിച്ചുപോയ അമ്മമാര് കേൾക്കണം. സ്രവദ്ഗർഭ, ഗർഭിണി ആവുന്നുണ്ട് പക്ഷെ അലസി പോകുന്നു, ഗർഭം അലസിക്കൊണ്ടു പോകുന്നവര്, അങ്ങനെയുള്ളവര് കേൾക്കണം. യാ നാരി, ഏത് സ്ത്രീകളാണോ, തയാ ശ്രാവ്യ, അവരെ പിടിച്ച് കേൾപ്പിക്കണം. നിങ്ങൾ അവരെ നിർബന്ധിച്ച് കേൾപ്പിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ള, പാപങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇതൊക്കെ പറ്റുക. അവരുടെ പാപം നീങ്ങാനായിക്കൊണ്ട്, അവർക്ക് ആ ദോഷങ്ങൾ നീങ്ങി അവർക്ക് നന്മയുണ്ടാവാൻ വേണ്ടി നമ്മൾ അവരെ കേൾപ്പിക്കണം എന്നാണ്. അപുഷ്പ കാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭക സ്രവദ്ഗർഭ, 5 കൂട്ടരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. യാ നാരി തയാ ശ്രാവ്യ പ്രയത്നതഃ ഏതേന വിധിനാ ശ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യ കോടിയജ്ഞ ഫലപ്രദ. ഏതേന വിധിന, ഈ പറഞ്ഞ വിധികളോടുകൂടെ ശ്രാവേ, ശ്രവണം ചെയ്താൽ, തദക്ഷയ്യതരം ഭവേത്,
അത് അക്ഷയ്യതരം. അക്ഷയ്യം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, അനന്തമായിട്ടുള്ള ബലത്തെ നൽകും. എത്ര നമ്മൾ ആ ആചാര അനുഷ്ഠാനങ്ങൾ പറഞ്ഞത് വിധികളെ പാലിക്കുന്നുവോ അത്രത്തോളം ഗുണം, അക്ഷയ്യമായിട്ടുള്ള ഫലം ഭവിക്കും. അത്യുത്തമയായ ഈ കഥ ദിവ്യ കോടി യജ്ഞ ഫലപ്രദ, അനേക യജ്ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ കഥാശ്രവണം കൊണ്ട് കോടി യജ്ഞത്തിൻ്റെ ഫലമാണ് ലഭിക്കുക എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ഇവിടെ നിർത്തുന്നു. നാളെ തുടരാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇതൊക്കെ നമ്മൾ സാമാന്യം മനസ്സിലാക്കിയിരിക്കുക, പരമാവധി പാലിക്കുക, അത്രയേ ഉള്ളൂ. പാലിക്കാൻ പറ്റുന്നത് പാലിക്കുക. ശ്രവണമാണ് മുഖ്യമെന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. ഭാഗവത ശ്രവണം, അതാണ് മുഖ്യം. ഹരിയോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ക്ലാസ്സില്ല, നാളെ വീണ്ടും കാണാം. ഹരിയോ. വൈകിട്ട് ഭാഗവത ദേവി മാഹാത്മ്യമൊക്കെ വായിക്കുക എല്ലാവരും. ഹരിയോ.